Hare Rama Hare Rama 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 Hare 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 Krishna Hare Krishna 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 Hare 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 Rama Hare Rama 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 Hare 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 Krishna 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 Hare 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 Rama Hare Rama 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 Hare 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 Krishna 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 Hare 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 Krishna 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 Hare 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 Rama 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 Hare Hare അമ്മ ഇവിടെ കിട്ടില്ലേ കുഞ്ഞു പാവ ഇവിടെ നോക്കി എല്ലാവരും ഇവിടെ നോക്കിട്ടോ. നമുക്ക് ആരംഭിക്കാം നമ്മുടെ ഓണാഘോഷം. മഹാബലി വന്നു നിങ്ങളൊക്കെ അനുഗ്രഹിച്ചിട്ടുണ്ട് അല്ലേ? ഇതുപോലത്തെ നല്ല ഐശ്വര്യമുള്ള മഹാബലി നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇതുവരെ? പ്രാർത്ഥനക്കായിട്ട് ലക്ഷ്മി സുരേഷ്, അതായത് മഹാബലിയുടെ പത്നിയാണ് പ്രാർത്ഥന ചൊല്ലുന്നത്. അത് പ്രാർത്ഥന ചൊല്ലിയ ശേഷം നമുക്ക് വിളക്കൊളുത്താം അല്ലേ? ഇവരായിട്ടാണ് അതോ അതിന് നേരത്തെ വേണോ? ആദ്യം വിളക്കൊളുത്താം, എന്നിട്ട് പിന്നെ ദുഃഖകരമായ അവസ്ഥയിലാണെങ്കിൽ തന്നെ നമ്മൾ അമ്മമാർക്ക് വേണ്ടി നമ്മൾ ഓണാഘോഷം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ നമ്മുടെ എല്ലാവരുടെയും ഗുരുനാഥനായിട്ടുള്ള രാധാകൃഷ്ണ കാക്കശ്ശേരി മാഷ്, അതോടൊപ്പം തന്നെ മറ്റെല്ലാവരുടെയും നമുക്ക് വളരെ വേണ്ടപ്പെട്ട നാരായണ നമ്പൂതിരി മാഷ്, ഡോക്ടർ നാരായണ നമ്പൂതിരി എന്ന് പറയണം. കഴിഞ്ഞ ആഴ്ച ഡോക്ടറേറ്റ് കിട്ടി, ആ കാര്യം പിന്നെ പറയാം. അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. ഔപചാരികമായ ഉദ്ഘാടനത്തിന് മാഷെ വിളക്ക് വിളിച്ചിട്ടുണ്ട്. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ 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 ഹരേ ഹരേ ഇങ്ങോട്ട് ചെരിഞ്ഞിക്കട്ടെ ടീച്ചർ, ഇങ്ങോട്ട് ചെരിഞ്ഞു. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ ഹരേ
അച്യുതാനന്ദ ഗോവിന്ദ കൃഷ്ണ സച്ചിദാനന്ദ മാധവ ഉച്ചരിക്കുമീ നാമങ്ങൾ കേട്ടു കാഴ്ചയിലണയണമേ നിരുപമ വിശ്വവ്യാപിയാം ബ്രഹ്മമൊരു ദിവ്യ ബാല രൂപത്തിൽ ഗുരുവായൂരിൽ വിളങ്ങുന്നു നരലോക ഭാഗ്യമെന്തഹോ സ്വച്ഛമായിടും പ്രേമധാരയിൽ പച്ചയായി മിന്നും ബ്രഹ്മമേ അച്യുതാനന്ദ ഗോവിന്ദ കൃഷ്ണ സച്ചിദാനന്ദ കൈതൊഴാം ആരുടെ തിരുനാമമോതുകിൽ വേറിടും ഏതു പാപവും തിരുമഖില താപവും നമസ്കാരം ഒന്നിനാനിന്നിൽ ഓരോ ജന്മവും ഭക്തിയോന്നുവൻ കാരുണ്യമരുളേണമേ നീരദ ശ്യാമളാംഗദേവേശ നീയല്ലോ ഞങ്ങൾക്കാശ്രയം നീയല്ലോ ഞങ്ങൾക്കാശ്രയം നീയല്ലോ ഞങ്ങൾക്കാശ്രയം. നമ്മുടെ ഗ്ലോബൽ NSSന്റെ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ശ്രീ ശ്രീരാമൻ നായർ അവിടെ ക്ഷണിച്ചു കൊടുക്കുന്നു. ഇന്ന് നമ്മുടെ ഓണാഘോഷത്തിൻ്റെ സന്തോഷത്തിലാണ് നമ്മളെല്ലാവരും. ഇവിടെ നമ്മൾ ഓണാഘോഷം കൊണ്ടാടുവാൻ തീരുമാനിച്ചിരിക്കുന്നത് തന്നെ നമ്മുടെ അമ്മമാരുടെ ചേർത്ത് നമ്മൾ സന്തോഷത്തോടു കൂടി ഒരു ഓണം ആഘോഷിക്കുക എന്നുള്ള പ്രത്യേകതയാണ്. നമുക്കിവിടെ വിശിഷ്ടാതിഥികളായിട്ട് പലരും വന്നിട്ടുണ്ട്. എൻ്റെ ാണ് നമ്മളുടെ ഈ യോഗത്തിൻ്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന നമ്മുടെ IP രാമേന്ദ്രനാണ്. ഇതിൻ്റെ സെക്രട്ടറി സ്റ്റേറ്റ് പ്രസിഡൻ്റായിട്ടുള്ള ശ്രീ രാമേന്ദ്രൻ. അദ്ദേഹം ഇതിനു വേണ്ടി എല്ലാ ജീവിതവും ഒഴുകി വെച്ച ആളാണ്. അദ്ദേഹത്തെ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു പോകുന്നു. നമുക്ക് ഉദ്ഘാടകനായിട്ട് നമുക്കിവിടെ വന്നു ചേർന്നിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവരും പരിചയനായ ശ്രീ കാക്കശ്ശേരി രാധാകൃഷ്ണൻ മാഷാണ്. അദ്ദേഹത്തെ കൊണ്ട് ഞാൻ വേറെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. എല്ലാവരും ഗുരുവായൂരിലെ ഗുരുനാഥൻ എന്നുള്ള പേര് കേട്ട അദ്ദേഹത്തിന് ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു പോകുന്നു. നമുക്ക് വിശിഷ്ടാതിഥിയായിട്ട് ഇവിടെ വന്ന് കിട്ടിയിട്ടുള്ളത് വടക്കുംപാട്ട് നാരായണൻ നമ്പൂതിരി എന്ന ഒരു വേദപണ്ഡിതനാണ്. ഇന്നത്തെ കാലത്ത് വേദത്തിനും സംസ്കൃതത്തിനെല്ലാം വളരെ വ്യാപ്തി വർദ്ധിച്ചിരിക്കുന്ന ഈ കാലത്ത് അദ്ദേഹത്തെ നമുക്ക് ഈ യോഗത്തിലേക്ക് കിട്ടിയത് വളരെ ഭാഗ്യമാണ്. അദ്ദേഹം ഡോക്ടറേറ്റൊക്കെ കഴിഞ്ഞ് വളരെ എൻഗേജ്മെൻറ്റുള്ള ഒരാളാണ്. അദ്ദേഹം ഇതിനു വേണ്ടി സമ്മതം തന്നതിലും ഇവിടെ വന്ന് ഈ യോഗത്തിൽ അഡ്രസ് ചെയ്യാമെന്ന് പറയുന്നതിലും അദ്ദേഹത്തിന് സമ്മതിച്ച് അദ്ദേഹത്തെ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് എത്രയോ കാലം മുമ്പ് ആയിരം വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം നമ്മളെ ഭരിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ കാലം വളരെ മധുരകരമായ സന്തോഷകരമായ സമാധാനപരമായ കാലമായിരുന്നു. കാണം വിറ്റും ഓണം എന്ന് പറയുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇത് പിന്നെ മഹാബലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാബലി നാട് വാണിയിരുന്ന കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ കള്ളവുമില്ല എല്ലോളമില്ല ഭൂരിവചനം എന്ന് പറയുന്ന ഒരു കാലത്തിൽ നിന്ന് ഇന്ന് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്ന ഒരു വിപരീതമായൊരു കാലത്തിലാണ്. അപ്പോൾ ഇന്ന് മഹാബലിക്ക് വളരെയധികം അർത്ഥമുണ്ട്. ഇവിടെ വരിക എന്ന മഹാബലിനെ വെച്ച് ഇന്ന് നമ്മൾ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ വളരെ കാര്യമാണ്. ആ മഹാബലി ഇവിടെ വന്നിരിക്കുന്നുണ്ട്. അദ്ദേഹത്തിനെ ഞാൻ എൻ്റെ ഹൃദയത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു.
എല്ലാവർക്കും അനുഗ്രഹം കൊടുക്കുകയാണ്. ഈ വർഷം അടുത്ത വർഷം വരെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് തന്നിരിക്കുകയാണ്. ഇവിടെ ഇന്നിവിടെ സദസ്യരായിട്ടുള്ള നിങ്ങളെല്ലാവരും എൻ്റെ GNSSൻ്റെ മെമ്പർമാരും അല്ലാത്തവരുമായിട്ട് സ്വന്തം സഹചാരികളായിട്ട് ഇന്നിവിടെ ആശംസ നൽകുന്നത് ശ്രീ K. മോഹനകൃഷ്ണൻ, പിന്നെ ശ്രീകുമാർ P. നായർ, രാധാശിവരാമൻ, KN ഗോപി എന്നിവർ ആശംസ നൽകുന്നുണ്ട്. അവരെ എല്ലാവരെയും ഞാൻ ഇതിലേക്ക് യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പിന്നെ നന്ദി പ്രകടനം ശ്രീ M. ശ്രീകുമാർ അദ്ദേഹത്തെ ഇതാകുന്നു. കൂടാതെ GNSSൻ്റെ മെമ്പർമാരായിട്ടുള്ള എല്ലാവർക്കും, അതുകൂടാതെ GNSSനോടൊപ്പം സഹകരിച്ച് ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തിട്ടുള്ള മറ്റുള്ള എല്ലാവർക്കും ഞാൻ ഈ യോഗത്തിലേക്ക് അവരെല്ലാവരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു. കൂടാതെ ഇവിടുത്തെ സഹചാരികളുടെ അമ്മമാരും അവരോട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാവർക്കും, പിന്നെ ഈ സഞ്ജീവനി മാതൃസദനത്തിലെ എല്ലാവരെയും ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളാണ്. ഇദ്ദേഹം അതിനൊരു വാക്ക് ദിവസം എന്തായാലും നട്ടം ആണ്. അപ്പം അതുകൊണ്ട് തന്നെ ഓണം ആഘോഷിക്കാനുള്ള ആരംഭമാണ് നമ്മൾ. അപ്പം എല്ലാവർക്കും ആദ്യമായിട്ട് ഓണാഘോഷത്തിൻ്റെ എല്ലാ ആശംസകളും, തിരുവോണത്തിൻ്റെ ആശംസകൾ, ഓണാഘോഷ സമയം തുടങ്ങുന്നതിൻ്റെ ആശംസകൾ. നമ്മൾ ഈ വർഷം ആഘോഷങ്ങളൊക്കെ മാറ്റിവെക്കാം എന്നൊക്കെയാണ് തീരുമാനിച്ചിരുന്നത്. നമ്മൾ വലിയ ആഘോഷങ്ങളൊന്നും നടത്തുന്നുമില്ല. കാരണം നമ്മുടെ സഹജീവികൾ വളരെയധികം ദുഃഖകരമായ ഒരവസ്ഥയിലാണ് കേരളം എന്ന് നമുക്കറിയാം. വയനാട്ടിലെ സംഭവം നമുക്ക് എല്ലാവർക്കും അറിയാം. ഏതാണ്ട് 600ഓളം പേരുകൾ അംഗങ്ങൾ എന്താ പറയുക ജീവിതമാണ് അവിടെ മണ്ണിനടിയിൽപ്പെട്ട് ഈ ലോകത്ത് നിന്നും വിട പറഞ്ഞത്. അപ്പോൾ ഈ അവസ്ഥയിൽ വലിയൊരു ആഘോഷം നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നില്ല. ഇവിടുത്തെ ഈ ആഘോഷം എന്ന് പറയുന്നത് അമ്മമാരോടൊപ്പം ഒരു ദിവസം ഓണസദ്യ ഉണ്ണുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ അതിൽ നിങ്ങളോടൊപ്പം പങ്കെടുക്കാൻ എത്തിയിരിക്കുന്നത് നമുക്കൊക്കെ അറിയാം ഏറ്റവും വിശിഷ്ട വ്യക്തിത്വങ്ങളാണ്. രാധാകൃഷ്ണ മാഷെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ഗുരുവായൂരിൻ്റെ മാത്രമല്ല, മലയാളത്തിൻ്റെ തന്നെ ഗുരുനാഥൻ എന്ന് അടിവരയിട്ട് ഞാൻ പറയുന്നു ശ്രീ രാധാകൃഷ്ണൻ കാക്കശ്ശേരി മാഷ്. മാഷെക്കുറിച്ച് നമ്മൾ പറയേണ്ട കാര്യം, എല്ലാ ബുധനാഴ്ചയും നമുക്ക് അറിവിൻ്റെ വെളിച്ചമായി ഭഗവത്ഗീത നമുക്ക് പറഞ്ഞു തരുന്ന അധ്യാപകനാണ് രാധാകൃഷ്ണ മാഷ്. മാഷെ പ്രത്യേകമായി ഞാൻ ഗ്ലോബൽ NSSൻ്റെ പേരിലല്ല നമ്മൾ ഈ പരിപാടി ഇന്ന് ഓർഗനൈസ് ചെയ്യുന്ന ഗ്ലോബൽ NSS ആണെങ്കിൽ തന്നെ സാന്ദീപിനി മാതൃസമിതി അവരാണ് ഈ സൗകര്യങ്ങളെല്ലാം ഒരുക്കി തന്ന്, അവരുടെയാണ് അമ്മമാർ, അവർ സംരക്ഷിക്കുന്നവരാണ് അമ്മമാർ. പ്രത്യേകിച്ച് ബാബുമാരും അതുപോലെ തന്നെ ഗോപിയും ശ്രീകുമാർ അടക്കമുള്ള ഒരുപാട് പേര് അവരോട് എന്നും GNSS കടപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളും സംഘാടകരൊക്കെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. നാരായണ മാഷെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രാഗൽഭ്യം 2 അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം എന്നെ സംബന്ധിച്ച് ഏറ്റവും ആകർഷിച്ചിട്ടുള്ളത് അവരുടെ വ്യക്തിത്വമാണ്. പാണ്ഡിത്യവും ലാളിത്യവും നിറഞ്ഞ 2 പേരാണ് ഇന്ന് മലയാളത്തിൽ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള വ്യക്തികളാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ഈ പാണ്ഡിത്യമുള്ളവർക്ക് ലാളിത്യം ഉണ്ടാവണമെന്നില്ല, പക്ഷെ ഇത് രണ്ടും തികഞ്ഞ ആൾക്കാരെ കണ്ടുകിട്ടാൻ വളരെ പ്രയാസമാണ്. ഈ ലാളിത്യം കൊണ്ടും പാണ്ഡിത്യം കൊണ്ടും ഇവരെ വെല്ലാൻ, ഇവർക്ക് മുകളിൽ നിൽക്കാൻ ആരുമില്ല. പക്ഷെ അത് അവർ സമ്മതിക്കില്ല എന്ന് മാത്രം. അതാണ് അവരുടെ ലാളിത്യം. നാരായണ മാഷ് ഇപ്പം അടുത്ത ദിവസമാണ് അച്ഛനും മകനും കൂടിയിട്ട് ഡോക്ടറേറ്റ് ലഭിച്ചു. നമുക്കൊരു ഡോക്ടറേറ്റ് തൊട്ട് 10ാം ക്ലാസ് പാസ്സാവാനുള്ള പണി നമുക്ക് എത്രത്തോളം പണിയെടുത്തിട്ടുണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ ഈ വയസ്സുകാലത്ത് ഡോക്ടറേറ്റ് ലഭിച്ചു എന്ന് പറയുന്നത് തന്നെ എത്രത്തോളം ഔന്നത്യമുണ്ട് അദ്ദേഹത്തിന് എന്നുള്ള കാര്യത്തിൽ, അതും വേദത്തിൽ അല്ല പക്ഷേ വേദപഠന കാര്യത്തിലാണ് അദ്ദേഹത്തിന് ഡോക്ടറേറ്റ് ലഭിച്ചിരിക്കുന്നത്. അച്ഛനും മകനും ഒരേ സമയത്താണ്. പുറനാട്ടുകാര ആശ്രമത്തിലെ ഹൈസ്കൂളിലെ പ്രിൻസിപ്പാളായി വിരമിച്ചതിന് ശേഷം ഇന്ന് തൃശ്ശൂരിൽ വലിയൊരു സ്ഥാപനത്തിൻ്റെ മാനേജർ, അതും ഹൈന്ദവ സംസ്കാരം ഈ ലോകത്ത് മുഴുവൻ വിളംബരം ചെയ്യുന്ന തെക്കേ മഠം
എന്ന വലിയ സ്ഥാപനത്തിന്റെ ഇന്ന് വേദങ്ങൾ മുഴുവൻ പഠിപ്പിക്കുന്ന തെക്കേ മഠത്തിൽ അല്ലേ മാഷെ അല്ലേ എൻ്റെ മാനേജറായിട്ടാണ് റിട്ടയർമെന്റിന് ശേഷം പ്രവർത്തിക്കുന്നത്. അവിടെ ഇരുന്നിട്ടാണ് വേദത്തെക്കുറിച്ച് പഠിച്ച് ഗവേഷണം നടത്തി ഡോക്ടറേറ്റ് ലഭിച്ചിരിക്കുന്നത്. അപ്പം അങ്ങനെ 2 മഹത് വ്യക്തിത്വങ്ങളെ നമുക്ക് അമ്മമാരോടൊപ്പം ആഘോഷിക്കാൻ ഇവിടെ ലഭിക്കുക എന്നുള്ളത് വളരെ ഭാഗ്യം തന്നെയാണ്, യാതൊരു സംശയവുമില്ല കാര്യത്തിൽ. പിന്നെ ഇത് സുരേഷ് ഞങ്ങളുടെ സഹയാത്രികരാണ്. പക്ഷെ ഈ സുരേഷ് ഈ വേഷം കെട്ടിയിരുന്നപ്പോൾ സാക്ഷാൽ മഹാബലി ഇവിടെ പ്രത്യക്ഷപ്പെട്ട പോലെയാണ് നമുക്ക് തോന്നിയത്. ഇത്രയും ഐശ്വര്യമുള്ളൊരു മഹാബലി കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. അത് ലക്ഷ്മി ദേവിയുടെ മഹാഭാഗ്യം എന്നേ പറയണ്ടു. നമുക്കും അതെ ഇതുപോലെ ഐശ്വര്യത്തോടു കൂടി നമ്മളുടെ മുന്നിൽ സാക്ഷാൽ മഹാബലി വാമനൻ എവിടെ നമ്മുടെ കുട്ടികളെവിടെ വാമനും കൃഷ്ണനൊക്കെ അവരുണ്ട് ഇവിടെ. സത്യം പറഞ്ഞാൽ മഹാബലി ആണെങ്കിൽ തന്നെ വാമനാവതാരമാണ് എനിക്ക് തോന്നുന്നത് തിരുവോണം എന്നുള്ളത്. വാമന് നമ്മൾ ഇമ്പോർട്ടന്റ് കൊടുക്കുന്നില്ല, ഭഗവാന്റെ അവതാരമാണ് വാമനമൂർത്തി. എന്നാലും വാമനേക്കാൾ ഇമ്പോർട്ടന്റ് പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തപ്പെട്ടു എന്ന് പറയുന്ന അല്ലേ? എന്നാ പിന്നെ നിങ്ങൾ പറഞ്ഞാൽ മതി, ഞാൻ എന്റെ പുരാണമൊക്കെ അത്ര ഉള്ളു അറിവ്. അതെ അതെ. അപ്പൊ അത് ഇവരൊക്കെ പറയും. നമുക്ക് അതിന് ശേഷം നിങ്ങളുടെ ആ ആശയങ്ങളൊക്കെ നമുക്കിവിടെ പങ്കുവയ്ക്കാനുള്ള ഇഷ്ടംപോലെ സമയമുണ്ട്. അപ്പൊ അവരെ വാമനുണ്ട്, മഹാബലി ഉണ്ട്, എല്ലാവരും ഉണ്ട് ഇവിടെ. കുട്ടികളായിട്ട് കൃഷ്ണനും വന്നിട്ടുണ്ട്, രാധിക വന്നിട്ടുണ്ട്, ഗോപിക വന്നിട്ടുണ്ട്, അങ്ങനെ പലരുണ്ട്. അപ്പൊ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഞാൻ മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. ഗ്ലോബൽ NSSന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് ഒന്നും ഞാനിപ്പോൾ ഈ പറയുന്നില്ല. ഓണാഘോഷമാണ് നമുക്ക് പ്രധാനം. ഓണത്തിന്റെ ചരിത്രം, മാഹാത്മ്യം അത് അമ്മമാരോടൊപ്പം പങ്കുവെക്കുക എന്നുള്ളതാണ് പ്രധാനം. എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇവിടെ മധുവിന് സുഖമില്ല, അതുകൊണ്ട് മധു എത്തിയിട്ടില്ല. അതിൻ്റെ ചില കുറവുകളൊക്കെ ഉണ്ട്. അപ്പോൾ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ശ്രീരാമേട്ടൻ അടക്കം താലൂക്ക് യൂണിയൻ സെക്രട്ടറി ശ്രീകുമാർ P. നായർ, ഏറ്റവും പ്രിയപ്പെട്ട കാരണവരായിട്ടുള്ള ശ്രീധരേട്ടൻ, അതുപോലെ മഹിളാ വിഭാഗത്തിന്റെ ജനനിയുടെ പ്രസിഡന്റ് രാധാ ശിവരാമൻ നായർ, സെക്രട്ടറി സരസ്വതി, വൈസ് പ്രസിഡന്റ് ദീന, ട്രഷറർ ഗീത, പിന്നെ ബാബുമാര് അടക്കമുള്ള എല്ലാവരെയും ഞാൻ എല്ലാവരുടെയും പേരെടുത്ത് പറയുന്നില്ല. മോഹനകൃഷ്ണൻ അടക്കമുള്ള മോഹനകൃഷ്ണന്റെയും അതുപോലെ മറ്റേ നമ്മുടെ സിനിക്കുട്ടിയുടെയും നേതൃത്വത്തിലുള്ള നല്ല ഓണപ്പാട്ടുകൾ നമുക്ക് കേൾക്കാം. പ്രശസ്തരായിട്ടുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള ഗായകരാണ്. അതുപോലെ തന്നെ ജനനി അംഗങ്ങൾ അവതരിപ്പിക്കുന്ന നല്ല ഒരു തിരുവാതിരക്കളി അല്പനേരം നമുക്ക് സ്ഥലപരിമിതിയൊക്കെ ഉള്ളതുകൊണ്ടൊക്കെ വെട്ടിച്ചുരുക്കുകയാണ്. അപ്പോൾ അതെല്ലാം കണ്ട് ആസ്വദിച്ച് നമുക്ക് ഇന്നത്തെ ദിവസം നമ്മുടെ പഴയകാല ഓണം എത്ര മനോഹരമായിരുന്നു ഓണം എന്നതിനെക്കുറിച്ചൊക്കെ ഓർക്കാനുള്ള ഒരു അവസരം നമ്മൾ ഉണ്ടാക്കി എന്ന് മാത്രം. എല്ലാ അമ്മമാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നിങ്ങളുടെ മുന്നിലൊക്കെ ഞാൻ GNSS സാഷ്ടാംഗം പ്രണമിക്കുന്നു. നിങ്ങളോടൊപ്പം എന്നും ഗ്ലോബൽ നായർ സർവീസ് സൊസൈറ്റി ഉണ്ടാകും എന്ന ഉറപ്പും ഞാൻ ഈ അവസരത്തിൽ നൽകുന്നു. നന്ദി, നമസ്കാരം. ഔപചാരികമായ ഉദ്ഘാടന പ്രസംഗത്തിന് വേണ്ടി ശ്രീ രാധാകൃഷ്ണൻ മാഷെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. നമസ്കാരം. നാരായണ മാഷ ആദരിക്കുന്നതിന് വേണ്ടിയിട്ട് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ശിവരാമേട്ടനെ ക്ഷണിച്ചു. നമസ്കാരം. വേദിയിൽ സന്നിഹിതനായിട്ടുള്ള ഞാൻ വളരെ ബഹുമാനിക്കുന്ന എൻ്റെ പഴയ സുഹൃത്തായ വടക്കുംപാട്ട് നാരായണൻ നമ്പൂതിരി, മഹാബലി, വേദിയിലിരിക്കുന്ന രാമേന്ദ്രനെ തുടങ്ങിയിട്ടുള്ള എല്ലാ ഭാരവാഹികളെ, അമ്മമാരെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. തിരുവോണത്തെക്കുറിച്ച് എന്താണ് പറയേണ്ടത് എന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുകയായിരുന്നു ഞാൻ. തിരുവോണം എന്ന സങ്കല്പം കേരളത്തിൻ്റെ മാത്രമല്ല, കേരളത്തിന് പുറത്ത് തമിഴ്നാട്ടിലും ഇന്ത്യക്ക് പുറത്ത് അസീറിയ മുതലായ രാജ്യങ്ങളിലും ഗ്രീസ് മുതലായ സ്ഥലങ്ങളിലും ഏഷ്യയുടെ പല ഭാഗങ്ങളിലും ഒരു വെൽഫെയർ സ്റ്റേറ്റ് എന്ന സങ്കല്പത്തിൽ സമ്പൂർണമായ സന്തുഷ്ടമായ ഒരു ഭരണത്തിന് കീഴിൽ ഉണ്ടായിരുന്ന ഒരു രാഷ്ട്രം എന്ന സങ്കല്പത്തിൽ എല്ലാ ജനങ്ങളുടെയും മനസ്സിലുള്ള ഒരു സ്വപ്നമാണ് ഓണം എന്നത്. ഇത് ചരിത്രകാരന്മാർ ചൂണ്ടിക്കാണിക്കുന്ന കാര്യമാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം
അത് ഒരു സവിശേഷമായ ആചാരമായി ഇന്ന് നിലനിൽക്കുന്നു എന്ന് മാത്രം. മറ്റു സ്ഥലങ്ങളിലൊക്കെ അത് അസ്തപ്രഭമായി, അതായത് നശിച്ചു കഴിഞ്ഞു. തമിഴ്നാട്ടിലൊക്കെ മധുരൈ കാഞ്ചി എന്ന ഒരു കൃതിയിൽ ഓണാഘോഷത്തെക്കുറിച്ച് പറയുന്നതായിട്ട് സാഹിത്യ ചരിത്രകാരന്മാരൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ ഇന്ന് തമിഴ്നാട്ടിലൊന്നും ഓണാഘോഷമില്ല. അത് കേരളത്തിലേക്ക് മാത്രമായിട്ട് ഇന്ന് പരിമിതപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ശരി. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ മധുര സ്വപ്നം എത്ര കാലത്തെ പഴക്കം മധുര സ്വപ്നത്തിനുണ്ടെന്ന് ചോദിച്ചാൽ ആർക്കും പറയാൻ കഴിയാത്ത അത്രയും പഴയ കാലം മുതൽക്ക് ഈ സങ്കല്പം മനസ്സിലൂടെ സഞ്ചരിക്കുന്നു എന്ന് പറയണം. മഹാബലി എന്ന ഒരു അസുര രാജാവിൻ്റെ സദ്ഭരണത്തെ കുറിച്ചിട്ടാണ് ആ പ്രസിദ്ധമായ പാട്ട്. ആരാണ് എഴുതിയതെന്നൊന്നും അറിയാത്തൊരു പാട്ടാണ്. മാവേലി നാടുവാണിയിടും കാലം മാനുഷരെല്ലാവരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം. അത് എൻ്റെ അർത്ഥം മനസ്സിലാക്കുന്നിടത്ത് ഒരു അബദ്ധം മലയാളിക്ക് എപ്പോഴും പറ്റാറുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഈ മാവേലി നാടുവാണിയിടും കാലം മാനുഷരെല്ലാവരും ഒന്നുപോലെ എന്ന് പറഞ്ഞ് അവിടെ നിർത്തിയിട്ട് ആമോദത്തോടെ വസിക്കും കാലം എന്നാണ് നമ്മളൊക്കെ ചെല്ലാറ്. യഥാർത്ഥത്തിൽ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഒന്നുപോലെ ആമോദത്തോടു കൂടി എന്നാണ്. എല്ലാവരും ഒരുമിച്ച് സന്തോഷത്തോടു കൂടി ജീവിച്ചിരുന്ന ഒരു കാലത്തെക്കുറിച്ചാണ്, അല്ലാണ്ട് ഒന്നുപോലെ എന്നല്ല. ഒന്ന് എന്നൊരു അക്കത്തിൻ്റെയോ ഒന്നുപോലെ എന്നല്ല ഉദ്ദേശിക്കുന്നത്. എല്ലാവരും ഒരുപോലെ സന്തോഷത്തോടു കൂടി ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്നും ആ കാലഘട്ടത്തിൽ അസൂയാലുവായ, നമ്മുടെ നാട്ടിൽ പരന്ന കഥയാണ് ഞാൻ പറയുന്നത്, അസൂയാലുവായ ദേവന്മാര് അദ്ദേഹത്തെ ഈ സ്ഥാനത്തിൽ നിന്ന് ഭ്രഷ്ടനാക്കാനായിട്ട് ഒരു ഉപജാപം ചെയ്തു എന്നും അങ്ങനെ ദേവേന്ദ്രൻ ഈ മഹാവിഷ്ണു വാമനന്റെ രൂപത്തിൽ അവതരിച്ചു. എന്നിട്ട് 3 അടി മണ്ണ് ആവശ്യപ്പെട്ടു. 3ാമത്തെ അടി വയ്ക്കാൻ സ്ഥലം ഇല്ലാത്ത വിധത്തിൽ വാമനൻ വല്ലാതെ വളർന്ന് 1-2 അടി വെച്ച് കഴിഞ്ഞപ്പോഴേക്കും ഭൂസ്വർഗ പാതാളങ്ങളൊക്കെ കടന്നു കഴിഞ്ഞു. 3ാമത്തെ അടി എവിടെ വെക്കണം എന്ന് ചോദിച്ചപ്പോൾ സ്വന്തം ശിരസ് കാണിച്ചു കൊടുത്തു. മഹാബലി ചവിട്ടി താഴ്ത്തി എന്ന രൂപത്തിലുള്ള പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തി എന്ന രൂപത്തിലുള്ള ഒരു കഥയാണ് സാധാരണയായിട്ട് പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ കഥ എന്ന് തുടങ്ങിയെന്നോ ഏത് ആൾ ആരംഭിച്ചു എന്നോ ഒന്നും പറയാൻ കഴിയില്ല. ഒരു ഗോത്ര സംസ്കൃതിയുടെ ഭാഗമായിട്ട് ഏതോ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു സങ്കല്പത്തിൻ്റെ കഥ മാത്രമാണ്. യഥാർത്ഥത്തിൽ ഈ മഹാബലിയുടെ കഥ ഭാഗവതത്തിൽ വരുന്നുണ്ട്. ശ്രീമദ് ഭാഗവതത്തിൽ ഈ മഹാബലിയുടെ കഥ വരുന്നുണ്ട്. അവിടെ ഇന്ന് വ്യത്യസ്തമായ ഒരു വിധാനത്തിലാണ് കഥ പോകുന്നത്. മഹാബലി അസുര രാജാവ് തന്നെ അവിടെയും അദ്ദേഹം ദാനശീലനായിട്ടുള്ള സദ്ഗുണസമ്പന്നനായ പ്രജാക്ഷേമതൽപരനായ രാജാവായ അദ്ദേഹത്തിൻ്റെ അടുത്ത് 3 അടി യാചിക്കാനായിട്ട് ഒരു മാണവൻ, ഒരു ചെറിയ കുട്ടി വാമനൻ ഉയരം കുറഞ്ഞ ആളാണ്. ഉയരം കുറഞ്ഞ ഒരു കുട്ടിയുടെ രൂപത്തിൽ മഹാവിഷ്ണു വന്നു. എന്നിട്ട് വാമനനോട് മഹാബലിയോട് പറയുകയാണ്. അപ്പോൾ മഹാബലി 3 അടി മണ്ണ് വേണമെന്ന് പറഞ്ഞപ്പോൾ മഹാബലി പറഞ്ഞു, ഇത്ര നിസ്സാരമായ ഒരു കാര്യമാണോ എന്നോട് ചോദിക്കണത്? എത്ര രത്നങ്ങൾ വേണമെങ്കിൽ ഞാൻ തരാം, എത്ര ധനം വേണമെങ്കിൽ ഞാൻ തരാം, എത്ര ഭൂമി വേണമെങ്കിൽ ഞാൻ തരാം. ഇതൊക്കെ എൻ്റെ കയ്യിലുള്ളപ്പോൾ ഇത്ര നിസ്സാരമായ 3 അടി മണ്ണിനാണോ അങ്ങ് യാചിക്കുന്നത് എന്നൊക്കെ ചോദിച്ചപ്പോൾ ഈ കുട്ടി പറഞ്ഞു, എനിക്ക് 3 അടി മണ്ണ് തന്നെയേ വേണ്ടൂ എന്ന് പറഞ്ഞു. അങ്ങനെ മഹാബലി അത് കൊടുക്കാം എന്ന് തീരുമാനിച്ചു. മഹാബലി അദ്ദേഹത്തിൻ്റെ ദാനനീര്, പഴയകാലത്ത് ഈ പ്രതിജ്ഞ ചെയ്യലൊക്കെ ഒരു പ്രത്യേക രീതിയിലായിരുന്നു. ഒന്നുകിൽ അഗ്നിസാക്ഷികമായിട്ട് പ്രതിജ്ഞ ചെയ്യുക, അല്ലെങ്കിൽ ദാനനീർ വീഴ്ത്തിക്കൊണ്ട് പ്രതിജ്ഞ ചെയ്യുക, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഒരു കിണ്ടിയെടുത്ത് ദാനനീർ വീഴ്ത്താനായിട്ട് അദ്ദേഹം ശ്രമിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗുരുനാഥനായിട്ടുള്ള പുരോഹിതനായിട്ടുള്ള ശുക്രാചാര്യരെ ആ കിണ്ടിയുടെ മുരളിലിരുന്നു എന്നും തടസ്സപ്പെടുത്തിയെന്നും അദ്ദേഹത്തിൻ്റെ പത്നി വിന്ധ്യാവലിയ അതിനെ എതിർത്തുവെന്നും അവസാനം ഒരു ഗർഭപ്പുല്ല് കിണ്ടിയുടെ മോനെ കുത്തിയപ്പോൾ അദ്ദേഹം ശുക്രൻ്റെ ഒരു കണ്ണ് പോയി എന്നൊക്കെ ഒരു കഥ. അത് മുഴുവൻ ഭാഗവതമായിട്ട് ബന്ധപ്പെട്ടതല്ല. അങ്ങനെ ഉണ്ട്. അങ്ങനെ ദാനനീർ വീഴ്ത്തി അദ്ദേഹത്തിന് ഇത് അനുഗ്രഹിച്ചു കൊടുത്തു എന്നും. അങ്ങനെ 2 അടി വെച്ച് കഴിഞ്ഞപ്പോഴേക്കും എല്ലാം അളന്നു കഴിഞ്ഞു. 3ാമത്തെ അടി എൻ്റെ ശിരസിൽ വെച്ചോളൂ എന്ന് വളരെ വിനയപൂർവ്വം മഹാബലി പറഞ്ഞുവെന്നും
മഹാബലിയുടെ ആ കാല് ശിരസിൽ അങ്ങനെ സ്പർശിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അങ്ങനെ മഹാബലിക്ക് സ്പർശന രൂപത്തിലുള്ള ഒരു ആനന്ദാനുഭൂതി നൽകിക്കൊണ്ട് ഭഗവാൻ മഹാബലിയെ സുതലം എന്ന ഒരു സ്വർഗതുല്യമായ ഒരു ലോകമുള്ള സുതലം, ആ സുതലത്തിൽ കൊണ്ടുപോയി ഇരുത്തിയെന്നും ഭഗവാൻ അവിടെ കാവൽ നിൽക്കുന്നു എന്നുമുള്ള രീതിയിലാണ് ഭാഗവതത്തെ ഈ കഥ പ്രചരിക്കുന്നത്. എന്തായാലും ഒരു കാര്യം വ്യക്തതാണ്, നമ്മൾ ഓണത്തിന് മഹാബലിയുടെ വരവ് ആഘോഷിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ വാമനനെ ആഘോഷിക്കുന്നുണ്ട്. വാമനെ ആഘോഷിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? തൃക്കാക്കര എന്നൊരു ക്ഷേത്രമുണ്ട്. ആ തൃക്കാക്കരയിൽ വാമനനെയാണ് പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. ആ തൃക്കാക്കര ക്ഷേത്രത്തിലെ ദേവനെയാണ് നമ്മൾ ഓണക്കാലത്ത് തൃക്കാക്കര അപ്പൻ എന്ന പേരില് വീടുകളിൽ വെച്ച് ആരാധിക്കുന്നത് വാമനനെയാണ്. അപ്പോൾ വാമനനെ ആരാധിക്കുന്നില്ല എന്നും പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നും പറയാൻ പറ്റില്ല. പഴയ കാലത്ത് തൃക്കാക്കരപ്പനെ വെക്കാവുന്നൊരു ചടങ്ങ് എൻ്റെ കുട്ടിക്കാലത്ത് ധാരാളം തൃക്കാക്കരപ്പനെ വെച്ച ഓർമ്മകൾ ഇങ്ങനെ മനസ്സിലേക്ക് വരിക. എന്തൊരു സന്തോഷമായിരുന്നു എന്നുള്ള കാലത്ത് അറിയും. ഉത്രാടം ദിവസം വൈകുന്നേരം തൃക്കാക്കരപ്പനെ ഉണ്ടാക്കുക എന്നുള്ളത് ഞങ്ങളുടെ ചുമതലയായിരുന്നു. കളിമണ്ണൊക്കെ കൊണ്ട് വന്നിട്ട് ഈ ശർക്കരയുടെ വെല്ലത്തിൻ്റെ അച്ചില്ലേ, ആ വെല്ലത്തിൻ്റെ വലിയ അച്ചിൻ്റെ രൂപത്തിൽ ഈ കളിമണ്ണ് കൊണ്ട് ഈ രൂപം ഉണ്ടാക്കിയിട്ട് ചിലപ്പോൾ 5 എണ്ണം 7 എണ്ണം അല്ലെങ്കിൽ 9 എണ്ണം ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി പല വലിപ്പത്തിൽ ഉണ്ടാക്കിയിട്ട് അരിമാവൊക്കെ അടിഞ്ഞ് അതിന് പലക വെച്ച് അതിൻ്റെ മീതെ ഇല വെച്ച് അതൊക്കെ അണിഞ്ഞ് ഈ തൃക്കാക്കരപ്പനെയൊക്കെ വെച്ച് ആർപ്പൊളിച്ച് പൂജിച്ചിരുന്ന ഒരു ഓണത്തിൻ്റെ ഓർമ്മ, വില്ല് കൂട്ടിയിട്ട് ഒരു ഓണത്തിൻ്റെ ഓർമ്മയൊക്കെ മനസ്സിലേക്ക് എനിക്കൊക്കെ വരുന്നുണ്ട്. ഇതിൽ പൈസയുള്ള പലർക്കും വരുന്നുണ്ടായിരിക്കാം, തിരുമേനിക്ക് വരുന്നുണ്ടായിരിക്കും ആ വില്ലുകൊട്ടിൻ്റെ ഒരു നാദം മനസ്സിലേക്ക്. പക്ഷേ ഇപ്പോഴത്തെ ചെറുപ്പക്കാരായുള്ള ആളുകൾക്കൊന്നും ഈ വില്ലുകൊട്ടിൻ്റെ നാദമൊന്നും ഓർമ്മ വരില്ല, ആർപ്പുള്ളിയുടെ ശബ്ദം ഓർമ്മ വരില്ല. വായ്പറങ്ങി ഇടാറുണ്ട് സ്ത്രീകളൊക്കെ, അതിൻ്റെ ഓർമ്മയൊന്നും വരില്ല. അപ്പോൾ അങ്ങനെ ഉള്ളൊരു സാഹചര്യം ആണ്. ഇപ്പോൾ വാമനനെ നമ്മൾ ശരിക്കും പൂജിച്ചിരുന്നു എന്നുള്ളതാണ് സങ്കല്പം. അതുകൊണ്ടാണ് ഇപ്പോഴും ഈ തൃക്കാക്കര ക്ഷേത്രത്തിൽ നിന്ന് അത്തച്ചമയം എന്ന് പറഞ്ഞൊരു സാധനം, ഒരു ഘോഷയാത്ര പോകാറുണ്ട് തൃക്കാക്കര ക്ഷേത്രത്തിൽ. തൃപ്പൂണിത്തുറയാണ് തൃക്കാക്കര ക്ഷേത്രങ്ങളാണ്. അവിടെ അത്തച്ചമയം പോകാറുണ്ട്. വളരെ വലിയ ഘോഷയാത്രയായിട്ടാണ് ആ ഘോഷയാത്ര പോകാറുള്ളത്. അപ്പോൾ വാമനനുമായിട്ടും മഹാബലിയുമായിട്ടും ബന്ധം ഉണ്ട് ഈ തൃക്കാക്കര ഈ ഓണാഘോഷത്തിന് എന്നുള്ളത് വ്യക്തതാണ്. ഒരു ഗോത്ര സംസ്കൃതിയുടെ ഭാഗമായിട്ടൊരു കഥ പറയുമ്പോൾ അവിടെ ചവിട്ടി താഴ്ത്തി എന്ന് പറയും. വൈലപ്പള്ളിയുടെ ഓണപ്പാട്ടുകാരെന്നുള്ള കവിതയിലൊക്കെ വൈലപ്പള്ളി അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. സൽഗുണ മഹിമ ചവിട്ടി താഴ്ത്തി വസുന്ധരയൊക്കെ അസുന്ദരമാക്കി എന്ന് വാമനെ കുറിച്ച് പറയുന്നുണ്ട്. അത് അദ്ദേഹം ഈ പഴയ കഥ അനുവർത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സൽഗുണ മഹിമ ചവിട്ടി താഴ്ത്തി വസുന്ധര ഭൂമിയാണ് വസുന്ധരയൊക്കെ അസുന്ദരമാക്കി സ്വർഗപഥത്തിൽ നിൽക്കുന്നവരെ കുറിച്ചൊക്കെ അദ്ദേഹം പറയുന്നു. അദ്ദേഹം തന്നെ ഒരു കാര്യം അതിന് സൂചിപ്പിക്കുന്നുണ്ട്. ഈ കഥകളെക്കുറിച്ച് ഓണപ്പാട്ടുകാർ എന്നുള്ള കവിതയിൽ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്. അവകൾ കിനാവുകളെന്നാം ശാസ്ത്രം, കളവുകളെന്നാം ലോകചരിത്രം. ഇപ്പൊ ചരിത്രകാരനോട് ചോദിച്ചാൽ ഈ മഹാബലിയുടെ കഥ ശരിയാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല, കളവ്, ചരിത്രത്തിന്റെ കളവുകളാണ് അതൊന്നും അദ്ദേഹം പറയാം. ഇങ്ങനൊരു കാലം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ശാസ്ത്രകാരനോട് ചോദിക്കൂ നിങ്ങൾ, ഇങ്ങനെ ഭൂമിയിൽ സമ്പന്നമായ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ അത് കിനാവാണ്, കിനാവുകളെന്നാം ശാസ്ത്രം, അതൊക്കെ സ്വപ്നമാണ്. അപ്പോൾ അവകൾ കിനാവുകളെന്നാം ശാസ്ത്രം, കളവുകളെന്നാം ലോകചരിത്രം. പക്ഷെ നമ്മെ സംബന്ധിച്ചിടത്തോളം അവയിലുമേറെ യഥാർത്ഥം ഞങ്ങളുടെ ഹൃദയ നിമന്ത്രിത സുന്ദര സത്യം. ഒരു കാര്യം ഉറപ്പാണ്, കിനാവായാലും ശരി ചരിത്രമായാലും ശരി അല്ലെങ്കിൽ ശരി, ഓണക്കാലം വരുമ്പോൾ നമ്മുടെ മനസ്സ് എന്തിനാണ് ഇങ്ങനെ ഉത്കണ്ഠപ്പെടുന്നത്? എന്തിനാണ് മനസ്സിലേക്ക് ഈ സന്തോഷം കയറി വരുന്നത്? നമ്മൾ അറിയാവുന്ന ഒരു വികാരം നമ്മുടെ മനസ്സിലേക്ക് വരുന്നുണ്ടോ ഇല്ലയോ? ഇതാലോചിച്ചാൽ ചിങ്ങമാസത്തില് ആ തിരുവോണാഘോഷത്തിന്റെ ഭാഗമായിട്ടുള്ള ആചാരങ്ങളിലേക്ക് കടക്കുമ്പോൾ ഏതോ ഒരു അലൗകികമായ ആനന്ദാനുഭൂതി നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട് എന്ന കാര്യത്തിൽ ആർക്കും സംശയമുണ്ട്. കോടി കൊടുക്കണമെന്ന് തോന്നുന്നുണ്ട്, സദ്യ ഉണ്ടാക്കണമെന്ന് തോന്നുന്നുണ്ട്, എന്തായാലും എല്ലാവർക്കും സമമായിട്ട് വീതിക്കണമെന്ന് തോന്നുന്നുണ്ട്. ഇതൊക്കെ ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ് ചോദിച്ചാൽ
ആ ഒരു സത്യം നമ്മുടെ ഉള്ളിലെ ഏതോ കാലഘട്ടത്തിൽ കടന്നുകൂടിയിട്ടുണ്ട്. അത് ജീനുകളിലൂടെ പാരമ്പര്യമായിട്ട് നമ്മുടെ ഹൃദയത്തിലേക്കും സംക്രമിപ്പിച്ചിട്ട് ഓണക്കാലമാകുമ്പോഴേക്കും നമ്മൾ ആ ഓണത്തിൻ്റെ ലഹരിയിലേക്ക് മാറിപ്പോകുന്നു. വാമനൻ ഉണ്ടായാലും ശരി, മഹാബലി ഉണ്ടായാലും ശരി, ഇല്ലെങ്കിലും ശരി, അത് നടക്കുന്നു എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ ഓണം നമുക്ക് സംഭാവന ചെയ്തത് എന്താ വെച്ചാൽ ചരിത്രമോ കിനാമോ അല്ല, ഒരു സങ്കല്പം നമ്മുടെ മനസ്സിലേക്ക് തന്നിട്ടുണ്ട്. എന്തിൻ്റെ സങ്കല്പമെന്ന് ചോദിച്ചാൽ സമത്വത്തിൻ്റെ ഒരു സങ്കല്പം, എല്ലാവരും തുല്യന്മാരാണെന്നുള്ള സമത്വത്തിൻ്റെ ഒരു സങ്കല്പം. അതേപോലെ തന്നെ സമൃദ്ധിയുടെ ഒരു സങ്കല്പം, എല്ലാവർക്കും സമൃദ്ധി ഉണ്ടാവുക എന്ന സമൃദ്ധിയുടെ ഒരു സങ്കല്പം, ആഹ്ലാദത്തിൻ്റെ ഒരു സങ്കല്പം, ഇതിലൂടെ ഭക്തിയിലേക്കുള്ളൊരു പ്രവേശം. ഇങ്ങനെ ചില കാര്യങ്ങളാണ് ഈ ഓണം എന്ന ആ സങ്കല്പം. അത് കിനാവായാലും വേണ്ടില്ല, ശാസ്ത്രമായാലും വേണ്ടില്ല, ചരിത്രമായാലും വേണ്ടില്ല, അതൊരു സങ്കല്പമാണ്. അങ്ങനൊരു ലോകം ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ അതും പറയാൻ കഴിയില്ല. ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം. എന്തായാലും ആ സങ്കല്പം നമ്മുടെ മനസ്സിലേക്ക് തന്നത് സമഭാവനയുടെയും സാഹോദര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സമൃദ്ധിയുടെയും ഒരു സങ്കല്പം. ആ സങ്കല്പം ഇന്നും നമ്മുടെ മനസ്സ് തുടർന്നു പോരുന്നു എന്നുള്ളതാണ്. എല്ലാ ഈ ഉത്സവങ്ങളും 3 കാര്യത്തിന് പ്രസക്തങ്ങളാണെന്ന് പറയാറുണ്ട്. 3 കാര്യങ്ങൾ എന്താ വെച്ചാൽ, ഒന്ന് ഭക്തി, രണ്ടാമത് ഭുക്തി, മൂന്നാമത് മുക്തി. ഭക്തി വെച്ചാൽ ഭക്ഷ്യലാണ്. സമ്പൂർണമായ ഒരവസ്ഥയാണ് ഈ ഭുക്തി എന്ന് പറയുന്നത് കൊണ്ടുണ്ടാവുന്നത്. അതോടൊപ്പം തന്നെ ഭക്തിയും ഉണ്ടാവുന്നു. ആ ഭക്തി നമ്മെ മുക്തിയിലേക്ക് നയിക്കുന്നു. മുക്തിച്ചാൽ മോചനാണ്, എല്ലാതരം സംസാര ദുഃഖങ്ങളിൽ നിന്നുള്ള മോചനത്തിലേക്ക് നമ്മളെ നയിക്കുന്നു. ഇതാണ് എല്ലാ ഉത്സവങ്ങളുടെയും ലക്ഷ്യമായിട്ടുള്ളത്. അതായത് നമ്മെ ആനന്ദിപ്പിച്ചുകൊണ്ട് ലൗകികമായ ആനന്ദാനുഭൂതി നൽകിക്കൊണ്ട് തന്നെ നമ്മെ പതുക്കെ ഭക്തിയിലേക്കും അതുവഴി മുക്തിയിലേക്കും ആനന്ദത്തിലേക്കും എന്താ പറയുക, അലൗകികമായ ലഹരിയിലേക്കും എത്തിക്കുക എന്നുള്ളതാണ് എല്ലാ ഉത്സവങ്ങളുടെയും. വിഷുവിൻ്റെ ആയാലും ഓണത്തിൻ്റെ ആയാലും തിരുവാതിരയുടെ ആയാലും ഏതൊക്കെ ആഘോഷങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടോ ആ ആഘോഷങ്ങളുടെ ഒക്കെ ലക്ഷ്യം ഇതാണ്. ഒന്ന് സമൃദ്ധി, ഒന്ന് അതേ സമയത്ത് ഭക്തി, മറ്റൊന്ന് മോചനം, വേറെ മൂന്നാമതൊന്ന്. അത്തരം ഒരു സങ്കല്പമാണ് ഓണം. ഈ ഓണത്തിൻ്റെ സവിശേഷമായ ചടങ്ങുകളെ കുറിച്ചൊക്കെ പറയാനിപ്പോൾ നിന്നാൽ നേരില്ല. കുറേ സങ്കീർണമായ ചടങ്ങുകളാണ് എൻ്റെ കുട്ടിക്കാലത്തെ ഓർമ്മയിലൊക്കെ. അത്തം പത്ത് ഓണം എന്ന് പറഞ്ഞ് ആ അത്താണ് ഇപ്പോൾ വന്നത്. നമ്മുടെ മലയാളത്തിൽ ഈ ഓണം എന്തൊക്കെ വാക്കുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് അറിയും. അത്തം കറുത്താൽ ഓണം വെളുക്കും, ചൊല്ലുണ്ട്. അത്തം കറുത്താൽ ഓണം വെളുക്കും, കാണം വിറ്റും ഓണം ഉണ്ണണം. നേരത്തെ പറഞ്ഞു രാമനായർ പറഞ്ഞു കാണം വിറ്റും ഓണം ഉണ്ണണം. പിന്നെ ഓണം കയറാ മൂല അങ്ങനെ പറയാറുണ്ട്. ഓണം കയറാൻ മൂല എന്ന് പറഞ്ഞാൽ ഓണം എന്ന് പറയുന്നത് എല്ലാവർക്കും എത്തുന്നൊരു സാധനമാണ്. അത് ഏത് കുഗ്രാമത്തിലേക്കും എത്തുന്ന ആനന്ദാനുഭൂതിയുടെ പേരെന്താ ചോദിച്ചാൽ ഓണം എന്നാണ്. അത് എത്താത്തൊരു സ്ഥലം ലോകത്തിലുണ്ടോ? ഉണ്ടെങ്കിൽ ഓണം കയറാൻ മൂലയാണ്. അത്ര അപരിഷ്കൃതമായ പ്രദേശം. ഇങ്ങനെ ഓണത്തോട് ഓണക്കോടി, ഈ ഓണക്കോടി എന്ന് പറയുന്ന സാധനം നമ്മുടെ ദാനശീലത്തിൻ്റെ ഒരു ഉദാഹരണമാണ്. ഈ ഓണക്കോടി കൊടുക്കുന്നത് സന്തോഷത്തോടു കൂടിയാണ് കൊടുക്കാറ്, അല്ലാണ്ട് കൊടുക്കണമെന്ന് വെച്ചിട്ടല്ല കൊടുക്കാറ്. അങ്ങനെ കൊടുക്കരുത് എന്നുമാണ് നമ്മുടെ ഉപനിഷത്തൊക്കെ പറഞ്ഞു എന്നുള്ളത്. ഹൃദയാദേയം ഒക്കെ പറഞ്ഞുള്ളത്. കൊടുക്കുമ്പോൾ നമ്മളെങ്ങനെ കൊടുക്കണം? ആ കിട്ടുന്ന ആൾക്ക് സമൃദ്ധി ഉണ്ടാവണം എന്ന് വിചാരിച്ചുകൊണ്ട് കൊടുക്കാൻ. ഹ്രിയാദേയം, ലജ്ജയാണ്. ഇത്രയേ എനിക്ക് കൊടുക്കാൻ കഴിഞ്ഞുള്ളൂ എന്നുള്ള ലജ്ജയോടുകൂടി കൊടുക്കണം എന്ന് നോക്കിയാൽ പറഞ്ഞു തന്നിട്ട് നമ്മുടെ ആചാര്യന്മാർ. അപ്പോൾ ഓണത്തിന് ഓണക്കോടി കൊടുക്കാറുണ്ട്, എല്ലാവർക്കും കൊടുക്കാറുണ്ട്. പഴയ കാലത്ത് ജമ്മി കുടിയാൻ വ്യവസ്ഥ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൻ്റെ സന്താനമാണ് ഞാനൊക്കെ. ആ കാലഘട്ടത്തിൽ ഈ ഓണത്തിന് എല്ലാ കുടിയാന്മാരെയും വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് അവർക്ക് ഓണക്കുടവ് കൊടുക്കാറുണ്ട്. അവർക്കുള്ള ഈ അരിയും അതുപോലെ പലവ്യഞ്ജനങ്ങളും ഒക്കെ അവർക്ക് ഓണത്തിന് കൊടുക്കാറുണ്ട്. പിറ്റേ ദിവസം അവർക്ക് വേണ്ടി ഒരു അവിട്ടം സദ്യ നടത്താറുണ്ട്. ഇങ്ങനെ പഴയ കാലത്തെ ഓർമ്മകളിലേക്ക് വന്നാൽ ഈ മനകളൊക്കെ ഉണ്ടല്ലോ, ഈ മനകളൊക്കെ ധാരാളമായിട്ട് ചെയ്തു വന്നിരുന്നൊരു സംഗതിയാണ്. വടക്കുംപാട് മനയായാലും കൂടല്ലൂർ മനയായാലും ഈ പൂമ്പള്ളി മനയായാലും അവിടെ കുടിയാന്മാരെ സംബന്ധിച്ചിടത്തോളം ഓണക്കാലം എന്ന് പറഞ്ഞാൽ സമൃദ്ധിയുടെ കാലം. അവിടെ യജമാന ഭൃത്യഭാവമൊന്നും ആ കാലത്ത് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്.
അങ്ങനെ ഒരു കാലമായിരുന്നു ആ പഴയ കാലം. ആ പഴയ കാലത്തിൻ്റെ സ്വപ്നം ലോകത്തിൽ ജീവിച്ച ആളാണ് ഞാനൊക്കെ എന്നുള്ളത് കൊണ്ട് ഓണം വരുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ കയറി വരും, എന്തൊക്കെയോ സന്തോഷം കയറി വരാറുണ്ട്. ആ സന്തോഷത്തിൻ്റെ ഓർമ്മയിലാണ് ഞാനിപ്പോൾ. നമ്മളെല്ലാവരും ആ സന്തോഷത്തിൻ്റെ ഓർമ്മയിലാണ്. ആ സന്തോഷം നീണാൾ വാഴട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ ഔപചാരികമായ ഓണ എന്താ പറയേണ്ടത് അത് നിർത്തുന്നു. നിങ്ങളുടേതായ കുട്ടിക്കാലത്ത് മാഷക്ക് കണ്ടില്ലേ ആ ഗൃഹാതുരത്വം. കാരണം മാഷ് 9 പതിറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ആളാണ്. അപ്പോൾ നമുക്കറിയാം എത്രത്തോളം ഓണം മാഷ് ആഘോഷിച്ചു എന്നുള്ളത്. മാഷോളം ഓണം ആഘോഷിച്ചൊരു വേറെ ആരും ഉണ്ടാവില്ല. ഓണം കൊണ്ടുവരും ഇവിടെ ആരുമില്ല. അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. അപ്പോൾ മാഷയുടെ ആ സ്മരണകൾ അപ്പോൾ നമ്മളുടെ ഒക്കെ ഓരോ തരത്തിലുള്ള ഓണത്തിൻ്റെ സ്മരണകളായി മാറണം. എന്തായാലും ഓണത്തെക്കുറിച്ചും അതുപോലെ തന്നെ സംസ്കൃതത്തെക്കുറിച്ചും നമ്മുടെ വേദങ്ങളെക്കുറിച്ചും പിന്നെ നമ്മുടെ സംസ്കാരത്തെക്കുറിച്ചൊക്കെ പ്രതിപാദിക്കാൻ നാരായണ മാഷ് അവരുടെ സാദരം ക്ഷണിച്ചു കൊടുക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. രാധാകൃഷ്ണ മാഷ് വളരെ ഭംഗിയായി വിസ്തരിച്ച് ഓണത്തിൻ്റെ പ്രത്യേകതകളൊക്കെ തന്നെ സൂചിപ്പിക്കേണ്ടായി. അതിൻ്റെ ചരിത്രപരമായ പ്രാധാന്യവും ഒക്കെ തന്നെ പറഞ്ഞു. അതിലപ്പുറം പറയാൻ എനിക്ക് ഒന്നുമില്ല. ഞാൻ അത്ര വലിയ ആളൊന്നുമല്ല, ഇത്തിരിയേ ഉള്ളൂ. ഞാൻ ഇത്തിരിയേ ഉള്ളൂ, എനിക്ക് പറയാൻ ഇത്തിരിയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. എന്തായാലും ഇത്രയും ആൾക്കാർ ഇവിടെ ഈ ഓണാഘോഷത്തിന് ഇവിടെ ഒത്തുകൂടി എന്നുള്ളതുണ്ടല്ലോ, അത് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്. ഇതിനവസരമുണ്ടാക്കിയിട്ടുള്ള ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ ആൾക്കാരെയും ഹൃദയപൂർവ്വം അഭിനന്ദിക്കുന്നു. ഇതിൽ സന്തോഷപൂർവ്വം പങ്കെടുത്ത മുഴുവൻ അമ്മമാരെയും നമസ്കരിക്കുന്നു. കൂടുതലൊന്നും പറയാനില്ല. എന്തായാലും ഒരു കാര്യം, ഈ ഒത്തൊരുമയുണ്ടല്ലോ, ഇത് തന്നെയാണ് ഓണത്തിൻ്റെ പ്രത്യേകത. എവിടെയൊക്കെ ഇപ്പോഴായാലും പണ്ടായാലും അതെ, അന്യനാടുകളിലും ഒക്കെ തന്നെ പ്രവർത്തിക്കുന്ന ആൾക്കാരാണെങ്കിൽ തന്നെ ഓണമാകുമ്പോൾ എല്ലാവരും അവനവൻ്റെ കുടുംബത്തേക്ക് എത്താറുണ്ട്, ഒത്തൊരുമിക്കുകയാണ്. ഇവിടെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊക്കെ തന്നെ ജീവിതത്തിൽ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള വിഷമങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാരാണ്. വരാൻ പറ്റുന്നത് വഴിയിൽ തന്നെ ഇല്ല, അനുഭവിക്കേണ്ടതൊക്കെ അനുഭവിച്ചേ വരും. പക്ഷെ ഈ വ്യഥ ഒക്കെ തന്നെ ഉള്ളിൽ കൊണ്ട് നടക്കുമ്പോഴും ഉള്ളിലൊരു തോന്നലാണ്, ആരുമേന്ന് ഒറ്റയല്ല, ഒരാളും ഒറ്റയല്ല. അവനവനും അവനവൻ്റേതായിട്ടുള്ള വഴികൾ കൂടിയിട്ട് യാത്ര ചെയ്യേണ്ടി വരുന്ന അവസ്ഥയൊക്കെ സ്വാഭാവികം. പക്ഷേ മറ്റുള്ള ആൾക്കാരുമുണ്ട്. ഒരു കൈത്താണ്, അതാണല്ലോ പറഞ്ഞ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഈ NSSും അതുപോലെ തന്നെ മറ്റേ സാന്ദീപനി പ്രവർത്തകരും ഒക്കെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയൊരു കാര്യം ഈ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത്. വിഷമിക്കേണ്ട, ഞാൻ കൂടെയുണ്ട് എന്ന് പറയുന്ന ആ ഒരു തോന്നൽ. ഏറ്റവും വലിയൊരു പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടോ, നമുക്ക് ഭക്ഷണം കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് അംഗീകാരമാണ്. ഒരു മുട്ടുസൂചി ആരെങ്കിലും കിട്ടും. ഞാനൊക്കെ വളരെ വലിയ കൃതാർത്ഥനാണ്. ഇവിടെ എന്താ വെച്ചാൽ 4 ആളുടെ മുമ്പിൽ വെച്ചിട്ട് കിട്ടുന്നൊരു അംഗീകാരമുണ്ട്. അതേപോലെ വിഷമിക്കുന്ന സമയത്ത് പുറത്തുള്ള തട്ടിയിട്ട് സാരില്ല കേട്ടോ എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു നിർവൃതിയുണ്ട്. അത് കാശ് കൊടുത്താൽ കിട്ടുക എന്ന് ആ ഒരു സന്തോഷവും ഒക്കെ തന്നെ ഒരു നല്ല വാക്ക് പറയുകയാണ്. ചെറുതെങ്കിലും അൻപഴുന്ന വാക്ക് ഒരുവൻ ഉത്സവമുള്ളിലേകിടും എന്ന് തന്നെയാണ്. ചെറിയൊരു വാക്കാണ്, പക്ഷെ ഉള്ളിൽ കിട്ടുന്നത് വലിയൊരു ഉത്സവം തന്നെയാണ്. ഈ ഉത്സവവും ആഘോഷവും ഒക്കെ തന്നെ അതിൻ്റെ പ്രത്യേകതയൊക്കെ മാഷ് പറഞ്ഞു. അതിനുള്ളൊരു അവസരമായിട്ട് ഈ ഓണം ആഘോഷിക്കുന്നു. നേരത്തെ മാഷ് സൂചിപ്പിച്ചതിൻ്റെ കുറച്ചുകൂടെ ചില കാര്യങ്ങളും, പണ്ടൊക്കെ എത്ര ധനികരായിട്ടുള്ള കുടുംബമായാലും സാധാരണ ദിവസങ്ങളിൽ ഒരു കൂട്ടാൻ, ഒരു ഉപ്പേരി, ഒരു ഉപ്പിലിട്ടത്, ഒരു മോര്, വെള്ളമൊഴിച്ച മോരേ ഉള്ളൂ, അതൊക്കെയുള്ളൂ. അതൊക്കെ പണ്ടുണ്ടായിരുന്നത്. വളരെ വിശേഷമായിട്ടുള്ള വെച്ചാൽ കർണാളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലാണ് പപ്പടം കാച്ചുക. ഒരു പിണ്ടി പായസം ഉണ്ടാവും, അമ്പലത്തിലേക്കോ അല്ലെങ്കിൽ നേരിച്ചതായിട്ടുള്ള പായസം. അതിനപ്പുറത്തേക്കൊന്നുമില്ല. മോരൊഴിച്ച കൂട്ടാൻ എന്നുള്ളത് സാധാരണ ഒരു കർണാളക്കുണ്ടാവും. പക്ഷേ ഇതിനൊക്കെ അപ്പുറത്തേക്ക് കടന്നിട്ട് ഓണാവുമ്പോഴേക്കും ഗംഭീരമായിട്ടുള്ള ആഘോഷമാണ്. ഒരു ദിവസത്തെ ഒരു കൊല്ലം മെനക്കെട്ട് ഒരു ദിവസം കഴിക്കുന്നു എന്ന് നേത്ര മറ്റേ പഴത്തിനെ കുറിച്ച് പറയാറുണ്ട്.
ഒരു കൊല്ലം മെനക്കെട് എന്തിനാ ഒരു ദിവസം കഴിക്കാൻ. അത് ഈ ഓണത്തെ ഉദ്ദേശിച്ച് മാത്രമാണ്. അന്ന് എല്ലാവരും ഒത്തൊരുമിക്കുന്നു, എല്ലാവരും അവരവരുടേതായിട്ടുള്ള എന്താ പറയുക സൗഹൃദം പങ്കുവെക്കുന്നു എന്നാണ്. അതോടൊപ്പം എല്ലാവരും ആഘോഷിക്കുമ്പോൾ അതിനൊരു കാരണം കൂടി വേണമല്ലോ. മഹാബലിയുണ്ട്, വാമനമൂർത്തിയുണ്ട്. വാമനമൂർത്തിയെ പൂജിക്കുന്നു, മഹാബലിയെ അതുപോലെ തന്നെ മാദേവൻ ഇതുപോലെ തന്നെ മഹാബലിയെയും വയ്ക്കുന്നു. ഇതൊരു വലിയ നല്ല സങ്കല്പം മാഷ് പറഞ്ഞു. പക്ഷേ പൊതുവെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് ഈ മഹാബലിയെ ചവിട്ടി താഴ്ത്തി എന്നുള്ളതാണ്. ഇത്രയും നന്നായിട്ട് ഈ ലോകം ഭരിച്ചിരുന്നതായിട്ടുള്ള ഒരു മഹാത്മാവിനെ ചവിട്ടി താഴ്ത്തി എന്ന് പറയുന്ന ആ ഒരു സമ്പ്രദായം ഉണ്ടല്ലോ, അതിനേക്കാൾ അപ്പുറത്ത് ഭാഗവതത്തിൽ പറഞ്ഞിട്ടുള്ളതായ കാര്യവും മാഷ് പറയേണ്ടായി. അവിടെയാവും കൂടുതൽ ഔചിത്യമെന്ന് എനിക്ക് തോന്നുന്നു. ഇത് മഹാബലി ഇന്ന് ഇവിടെയാണെങ്കിൽ നമുക്ക് മഹാബലി സാക്ഷിയായിട്ട് ഇവിടെയുണ്ട്. മനോഹരമായിട്ടുള്ള മഹാബലി ഇതൊരു സങ്കല്പം തന്നെയാണ്. വലിയ ബലിയാണ് മഹാബലി എന്ന് പറയുന്നത്. ബലിക്ക് ദാനം എന്നുള്ള അർത്ഥമുണ്ട്. അപ്പോൾ തൻ്റെ കയ്യിലുള്ളതായിട്ടുള്ള മുഴുവൻ സംഗതികളും പൂർണ്ണമായിട്ട് അവന് ദാനം ചെയ്തു എന്നുള്ളത്. ആ ദാനം ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് മഹാബലിയായിട്ട് മാറിയത്. മഹാബലി ചിരഞ്ജീവി. എപ്പോഴാ ചിരഞ്ജീവി ആവണേ അറിയോ? ഞാൻ ഇല്ലാതെ കണ്ടാവുന്നു. ഇപ്പോൾ യേശുവിൻ്റെ കാര്യം, യേശുദേവൻ്റെയൊക്കെ കഥ അങ്ങനെയാണല്ലോ. യേശുദേവൻ ക്രൂശിക്കപ്പെട്ടു. ആ ക്രൂശിക്കപ്പെടുന്നത് കുരിശാണ്. ഇങ്ങനെ വെറുതെ മാത്രം ഇങ്ങനെ ഒരു വരയും അതിൻ്റെ പുറത്തുമാണല്ലേ. എനിക്കൊക്കെ തോന്നിക്കണത് വെറുതെ വരച്ചിട്ടില്ലെങ്കിൽ ഐ ആണ്, ഞാനാണ്. അതിനിങ്ങനെ കൂടി വെച്ചു, അയ്യെ വെട്ടി ക്രോസ് ചെയ്തു, ഞാനില്ലാൻ്റെ. അതുമ്പോഴാണ് അധികം സ്വയം ഇല്ലാണ്ടായത്. പക്ഷെ അങ്ങനെ വന്നപ്പോൾ 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു എന്ന കഥ. ഇതേപോലെ മഹാബലി 7 ആൾക്കാരുണ്ടല്ലോ ചിരഞ്ജീവികൾ. ആ ചിരഞ്ജീവികളിൽ പ്രധാനപ്പെട്ട ഒരാളാണ് മഹാബലി എന്നത്. എന്തുകൊണ്ട് മഹാബലി ചിരഞ്ജീവിയായി? ചിരഞ്ജീവി ഞാൻ എന്ന ഭാവം ഇല്ലാതെ കണ്ട് വരുമ്പോഴേ നിലനിൽപ്പെടും. ഇതൊക്കെ ഇപ്പം എൻ്റെയൊക്കെ ഞാൻ എത്ര കേമന, എന്നെയൊക്കെ എല്ലാവരും ഇങ്ങനെ ഇതാ പൊന്നാടണിയെത്തിക്കണം അങ്ങനെയൊക്കെ ചെയ്യും. ഇത് ഞാൻ ഈ കേമനാണ് എന്ന് എനിക്ക് തോന്നിയാൽ കഴിഞ്ഞു, പിന്നെ ഞാനില്ല. പക്ഷെ ഞാൻ ഉണ്ടാവരുത് എന്നുള്ളതാണ്. അതാണ് ഈ മഹാബലിയുടെ ദാനത്തിൽ കൂടിയിട്ട് നമ്മുടെ പുരാണങ്ങൾ സൂചിപ്പിക്കണം. സമാധാനം കിട്ടണോ എങ്കിൽ എൻ്റെ ഉള്ളിലെ ഞാൻ പോകണം. ശ്രീരാമകൃഷ്ണദേവനോട് ഒരു ശിഷ്യൻ ചോദിച്ചു എന്ന കഥയുണ്ട്. എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട്, എന്തെല്ലാം നന്മ നിറഞ്ഞ പ്രവർത്തികൾ ചെയ്യുന്നുണ്ട്, പക്ഷെ എനിക്കൊരു സമാധാനം കിട്ടണില്ല, ഒരു സംതൃപ്തി കിട്ടണില്ല, എന്താ വേണ്ടതെന്ന് ചോദിച്ചു. ഉടൻ തന്നെ ശ്രീരാമകൃഷ്ണദേവൻ മറ്റേ ശിഷ്യനോട് പറഞ്ഞു അത്രേ, ഞാൻ മരിച്ചാൽ നിനക്ക് സമാധാനം ഉണ്ടാവുന്നു. അദ്ദേഹം മരിച്ചാലല്ല, അവനവൻ്റെ ഉള്ളിലുള്ള ഞാൻ എന്ന ആ ഭാവമുണ്ടല്ലോ, അത് ഇല്ലാതെ കണ്ടായാൽ പൂർണ്ണമായ സംതൃപ്തി ഉണ്ടാവും. നമ്മളെയൊക്കെ തന്നെ നയിക്കുന്നത് ഈ ഈഗോ ആണ്. എന്നെപ്പോലെ കേമനായിട്ട് വേറെ ആരുമില്ല എന്നായി തോന്നൽ നമുക്കുണ്ടല്ലോ. ഇവിടെ ഈ ഞാൻ ഇല്ലാതെ കണ്ടാവും നമ്മൾ മാത്രമേ ഉള്ളൂ എന്നും കൂടിയാവുക. നമ്മളേ ഉള്ളൂ, ഞാനില്ല. വേദത്തിൽ മുഖ്യമായിട്ടും പറയുന്ന ഒരു സംഗതി ഞാനില്ല എന്ന് തന്നെയാണ്. അവിടെ നമ്മളേ ഉള്ളൂ. ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് സമാധാനം ഉണ്ടാക്കി തരണേ, ഞങ്ങൾക്ക് സംതൃപ്തി ഉണ്ടാക്കി തരണേ, ഞങ്ങൾക്ക് ധനധാന്യാദികൾ ഉണ്ടാക്കി തരണേ എന്നുള്ളത്. ഇതുണ്ടാകുമ്പോഴാണ് ഞാനില്ലാതെ കണ്ട് ഞങ്ങളായിട്ട് മാറുമ്പോൾ അവിടെ പിന്നെ ഭേദബുദ്ധിയില്ല. മറ്റൊക്കെ തന്നെ നമ്മുടെ ഉള്ളിൽ ഞാൻ വരുമ്പോൾ അപ്പുറത്ത്. പക്ഷേ ഈ ഇവിടെ എന്താ സാക്ഷാൽ തുഞ്ചത്താചാര്യൻ സൂചിപ്പിച്ചാൽ ഞാനാണ് എന്ന് തോന്നുകയാണെങ്കിൽ പിന്നെ ഒക്കെ ഞാനാവണം. അതൊട്ട് ഇല്ല. എൻ്റേതായ ഒന്നുമില്ലെന്നാൽ എല്ലാറ്റിൻ്റെയുമാണ് ഞാൻ. ആ തോന്നലുണ്ടായാണ് എൻ്റെയാണ്. പക്ഷെ വേദം പറയണത് എൻ്റെ അല്ല എന്നാണ്. ഇതം നമ്മ, ഇതൊന്നും എൻ്റെ അല്ല, എനിക്കും അല്ല. പിന്നെ ആരൊക്കെ ഈ സമൂഹത്തിൽ എല്ലാവർക്കും എന്നോടൊക്കെ മറ്റേ അച്ഛനൊക്കെ കുട്ടിക്കാലത്തൊക്കെ അമ്പലത്തിലേക്ക് പോകുമ്പോൾ പറയും എല്ലാവർക്കും നേരെയാവണേ എന്ന് പ്രാർത്ഥിച്ചാൽ മതി എന്നാണ്. ഈ എല്ലാവരിലും ഞാനും പെടില്ല. എല്ലാവർക്കും നന്മയുണ്ടാകുമ്പോൾ എനിക്ക് നന്മയുണ്ടാകും.
അല്ലാണ്ട് എനിക്ക് വേണ്ടിയിട്ട് എനിക്കൊന്ന് 10 റുപ്യ കിട്ടണേ അല്ലെങ്കിൽ 10 മാർക്ക് കിട്ടണേ എന്ന് പറയുമ്പോൾ ഞാൻ എന്നിലേക്ക് ചുരുങ്ങുകയാണ്. സ്വാർത്ഥതയാണ്. ഈ സ്വാർത്ഥതയാണ് നമ്മളെ ഇല്ലാതെ കണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് മാറ്റിയിട്ട് ഇത് മുഴുവൻ ഇതൊന്നും എൻ്റെ അല്ല, എൻ്റെ സമ്പാദ്യം മുഴുവൻ തന്നെ ഞാനിതാ സമർപ്പിക്കണം എന്നാണ് മഹാബലി പറഞ്ഞത്, ഭഗവാനോട് പറഞ്ഞത്. ഭഗവതി കൃത്യമായിട്ട് അദ്ദേഹത്തിന് മനസ്സിലായിട്ടുള്ളതാണ്. ആരാ വന്നേക്കണെന്നൊക്കെ മഹാബലിക്ക് മനസ്സിലായിട്ടുണ്ട്, ഭഗവാൻ തന്നെയാണോ. പക്ഷെ ആ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇതാ എല്ലാം ഞാൻ സമർപ്പിക്കണം. ദാനം മാഷ് പറഞ്ഞല്ലോ, അത് ദാനമായിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് അപ്പം എന്താ വെച്ചോ, ഇവിടെ ഈ അവനവൻ്റെ സ്വന്തം തല തന്നെയാണ് കാണിച്ചു കൊടുത്തത്. കാലെന്താ ഇവിടെ തലയിൽ വെച്ചോ, തൃപ്പാദകം അനുഗ്രഹിച്ചോ. സാധാരണ സന്യാസിമാർ അനുഗ്രഹിക്കുക കാലുകൊണ്ടാണ്. ഈ സാധാരണ മഠത്തിലൊക്കെ വെച്ച നമസ്കാരമൊക്കെ ഉണ്ട്. ഈ വെച്ച നമസ്കാരത്തിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആദ്യത്തെ ആ ചടങ്ങുകൾക്ക് മാത്രമേ അതുള്ളൂ. എല്ലാ ദിവസവും അത് സ്വാമിയാരുടെ ഭിക്ഷ എന്ന് പറയും. ആ ഭിക്ഷ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെച്ച നമസ്കാരമുണ്ട്. ആരൊക്കെ അവിടെ ഉള്ള വെച്ചാൽ ആ വെച്ച നമസ്കാരമായിട്ടുണ്ടെങ്കിൽ 3 നമസ്കരിക്കുക. 2 നമസ്കാരം സാധാരണ പോലെ നമസ്കരിച്ചില്ലെങ്കിൽ 3ാമത്തെ നമസ്കാരം പാദത്തിലേക്കാണ്. പാദത്തിൽ നമസ്കരിച്ചിട്ടുണ്ടെങ്കിൽ ആ കാലെടുത്ത് അവനവൻ്റെ തലയിൽ വയ്ക്കുകയാണ്. അപ്പോൾ അത് ഒരു സങ്കല്പമാണ്. എൻ്റെ കയ്യിൽ അഗ്നിയാണ് എന്നാണ്. ഇവിടെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പാദം കൊണ്ടാണെന്നുള്ളത്. ഇതേപോലെ ഈ വാമനമൂർത്തികളുടെ മറ്റേ സന്യാസിയായിട്ടാണല്ലോ, സന്യാസി വേഷത്തിലാണല്ലോ വാമനൻ. ഈ വാമനൻ്റെ കാലുകൊണ്ട് മറ്റേ പാദം മൂർധനി അവിടെ വെച്ചോളൂ എന്ന് പറയുന്നു. അത് വെച്ചിട്ട് സ്വയം നിർവൃത്തി അറിയുകയാണ്. തൻ്റേതായിട്ടുള്ള മുഴുവൻ അങ്ങോട്ട് സമർപ്പിച്ചു. ഞാൻ എന്ന ഭാവമില്ലാതെ കണ്ടായി. ഈ ഭാവം നമുക്ക് ഓരോരുത്തർക്കും വേണ്ടത് തന്നെയാണ്. ഞാൻ ഒറ്റയ്ക്കാണോ, ഞാൻ വേറെ തരത്തിലാണോ? ആരും ഒറ്റയ്ക്കല്ല. ആരും ഇല്ലാത്തവന് ഈശ്വരൻ്റെ തുണ. അത് ബലമാണ്. ആ ഒരു ബലമുണ്ടല്ലോ. കിത്തം പറഞ്ഞ പോലെ മറ്റൊന്നുമില്ല, എൻ്റെ അല്ല. പക്ഷേ അതിനകത്തിരിക്കുന്ന ഒരാളുണ്ട്, ആശ്രിതവത്സലനായി ഒരാളുണ്ട്, എൻ്റെയായി. അമ്പലം എൻ്റെ അല്ല, എൻ്റെ അല്ല, അവിടുത്തെ ഒന്നും എൻ്റെ അല്ല. പക്ഷെ അതിനകത്തുള്ള ഒരാളുണ്ടല്ലോ, അതെൻ്റെയാണ്. അത് ഓരോരുത്തർക്കും അവകാശപ്പെട്ടതാണ്. ഓരോരുത്തർക്കും ആ ഭാവം ഉണ്ടാവാം, അതെൻ്റെയാണ് എന്ന്. അത് വിചാരിച്ചാൽ മതി. അങ്ങോട്ട് സമർപ്പിക്കുക. പിന്നെ അവിടെ നോക്കിക്കോ, വേറെ ഒന്നും നോക്കണ്ട. വിശ്വസിക്കുക. പൂർണ്ണമായിട്ട് വിശ്വസിച്ച് അങ്ങോട്ട് സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഭഗവാൻ നോക്കിക്കോളും എന്നുണ്ടല്ലോ, തിരിഞ്ഞ് നോക്കണ്ട എന്നുള്ളത്. ആ ഒരു ഭാവത്തിലേക്ക് എത്താൻ നമുക്ക് സാധിച്ചാൽ, അല്ലെങ്കിൽ സാധിക്കണം എന്ന ഒരു സന്ദേശമാണ് ഈ ഓണത്തിൽ കൂടി പറഞ്ഞത്. അപ്പോൾ എന്താ വെച്ചാൽ ഒരു തരത്തിലുള്ള ഭേദവും ചിന്തയും ഇല്ലാതെ കണ്ട് എല്ലാവരും പറഞ്ഞു എല്ലാവരും ഒരേപോലെ ആഘോഷിക്കുന്നു എന്നുള്ളത്. ഈ ആഘോഷം മനസ്സിന് സംതൃപ്തി ഉണ്ടാക്കുക, സന്തോഷം ഉണ്ടാക്കുക, പൂർണ്ണമായിട്ടുള്ള നിർവൃത്തിയിലേക്ക് എത്തിക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റ് തരത്തിലുള്ള എന്തെല്ലാം കെട്ടുപാടുകളുണ്ടോ ആ കെട്ടുപാടുകളിൽ നിന്നുള്ളൊരു മുക്തിക്കും കൂടി അത് സഹായകമായിട്ട് മാറും. ആ നിലയ്ക്കുള്ള ഒരു ഭാവത്തോടു കൂടിയിട്ട് ഓണത്തെ ആഘോഷിക്കാൻ നമുക്ക് സാധിച്ചാൽ അത് തന്നെയാണ് കൃതാർത്ഥത. ഇവിടെ എല്ലാവരും കൂടി ഒത്തുചേരുന്നു, എല്ലാവരും സമർപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ആ ഒരു സമർപ്പണമാണ് ഇതിൻ്റെ വിജയം. ഇവിടെ ഗ്ലോബൽ NSSഉം അതേപോലെ തന്നെ സന്ദീപിനിയും ഇതിൻ്റെയൊക്കെ തന്നെ പ്രവർത്തകർ ഈ അമ്മമാർക്ക് വേണ്ടിയിട്ട് ആ അമ്മമാരെ മുഴുവൻ നമസ്കരിക്കുക. വേറെ ഒന്നുമില്ല. അത് എല്ലാ നിലയ്ക്കുള്ളതായിട്ടുള്ള സന്തോഷമുണ്ട്. ഈശ്വരൻ കൂടെയുണ്ട്, ഉള്ളിലുണ്ടല്ലോ. ഇതിങ്ങനെ തുറന്നു നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലുണ്ടല്ലോ, എവിടെ തന്നെയാണ് ഈശ്വരൻ എന്ന ആ തോന്നലോട് കൂടിയിട്ട് പൂർണ്ണമായിട്ട് സംതൃപ്തിയോടുകൂടി ഉള്ളതിൽ സംതൃപ്തി കണ്ടെത്താൻ പറ്റുകയാണല്ലോ ഏറ്റവും വലിയ കാര്യം. ഇതേ ഉള്ളൂ, എനിക്ക് മതി. എന്തായാലും സാധാരണ ദിവസങ്ങളിൽ എങ്ങനെയൊക്കെയാണെങ്കിലും ആ ഓണത്തിന് എല്ലാവരും കൂടി വിഭവസമൃദ്ധമായിട്ട് സാധ്യമാകുന്ന വിധത്തിൽ എല്ലാവരും കൂടി സദ്യ കൊണ്ടും മഹാബലി കൂടെയുണ്ട് എന്നുള്ളത്. മഹാബലി ആ ദാനം തന്നെയായിട്ട് ചിരഞ്ജീവിയായിട്ട് ഓരോരുത്തർക്കും മാറാൻ സാധിക്കട്ടെ. അതിനെ ഭഗവാൻ തന്നെ അനുഗ്രഹിക്കട്ടെ. അത്രന്നെ പറയാനുള്ളൂ. ഇതിനൊക്കെ തന്നെ എല്ലാം ഈശ്വര നിശ്ചയിച്ചിട്ടുണ്ടാവില്ല. ആ ഈശ്വര നിശ്ചയത്തിനനുസരിച്ചുകൊണ്ട് നമുക്ക് പ്രവർത്തിക്കുക, അത്രയേ ഉള്ളൂ. പക്ഷെ ആ ഈശ്വര നിശ്ചയമാണല്ലോ എന്ന് വിചാരിച്ചിട്ട്
പ്രവർത്തിക്കാതിരിക്കരുത്. എന്താ വെച്ചാൽ ആയിക്കോട്ടെ എന്നുള്ളതുണ്ടല്ലോ. ഒക്കെ നേരെയാവും, എല്ലാം നല്ലതിനാണ് എന്ന് ഒരു കഥ തന്നെ കേട്ടിട്ടുണ്ടല്ലോ. എല്ലാം നേരെയാവും, എല്ലാം നല്ലതിനാണ് എന്ന് എല്ലാവർക്കും അറിയുന്ന കഥ തന്നെയാണ് കേട്ടോ. എനിക്ക് കൂടുതലൊന്നും പറയാൻ അറിയില്ല. അപ്പം എന്താ വെച്ചാൽ പ്രദക്ഷിണം വെച്ച് 2 ശിഷ്യന്മാർ, ഒരാൾ അപ്രദക്ഷിണം വെച്ചു. എന്തുണ്ടാവാൻ നോക്കാലോ എന്നുള്ളത്. ഒരാൾ പ്രദക്ഷിണമായിട്ട് വെച്ചു. അപ്രദക്ഷിണം വെച്ച ആൾക്കൊരു സ്വർണ്ണ നാണയം കിട്ടിയെന്ന് കഥ. പ്രദക്ഷിണം വെച്ച ആളുടെ കാലുമിന് മുള്ളുകുത്തി എന്നും. അപ്പോൾ ഇത് ഗുരുവിൻ്റെ അടുത്ത് വന്നപ്പോൾ പറഞ്ഞല്ലോ. അപ്പോൾ ചോദിച്ചു പറഞ്ഞു, ഒക്കെ നല്ലതിനാണ്. പിന്നെയും എങ്ങനെയാണ് നല്ലതിനാവണത്? വേറെ ഒന്നും ഉണ്ടായിട്ടല്ല. അവിടെ ആ മുള്ളുകുത്തിയ സമയമുണ്ടല്ലോ, ആ സമയത്ത് വിഷം തീണ്ടേണ്ടതായിരുന്നു. അത് വെട്ട് തല്ലായിട്ട് മാറി, ഒരു മുള്ളായി. ഇപ്പുറത്താണെങ്കിൽ വിപരീതമായിട്ട് ചെയ്തു, നിർദ്ദേശത്തിനനുസരിച്ച് അല്ലാതെ കണ്ട് ചെയ്തപ്പോൾ അവിടെ വലിയൊരു നിധി കിട്ടേണ്ടിയിരുന്നത് ചെറിയൊരു നാണയമായിട്ട് മാറും. പക്ഷെ മരണം വെച്ചത് വഴി തന്നില്ല. അത് നമുക്കറിയുക. നമ്മൾ പോയിട്ട് പറ്റുന്നിടത്തോളം നന്മ ചെയ്യാനായിട്ട് ശ്രമിക്കുക. മനസ്സുണ്ട്, മനസ്സാ വാച കർമ്മണം. മറ്റുള്ളവർക്ക് നേരെയാവട്ടെ, നേരെയാവണേ. കൂടുതലൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അതല്ല, ഉപകാരം ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഉപദ്രവിക്കാതിരിക്കുക. മനസ്സുകൊണ്ട് പോലും അങ്ങനെയായിട്ട് അത് പറ്റാവുന്നത് മനസ്സുകൊണ്ട് നേരെയാവണേ എന്ന് പ്രാർത്ഥിക്കുക. അത് വലിയൊരു ദാനമായിട്ട് മാറും. ആ ദാനത്തിൽ കൂടിയിട്ടൊക്കെ തന്നെ എല്ലാം നേരെയാവുക, എല്ലാവർക്കും നന്മ ഉണ്ടാവുക. അതിനുള്ള ഒരു ഒത്തുചേരലായിട്ട് ഇത്തരം ഓണാഘോഷങ്ങൾ പൂർണ്ണമായിട്ടും തൃപ്തികരമായിട്ട് മാറട്ടെ. അതിന് ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്തൊക്കെയോ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. വിശ്വാനി ദേവ സവിതർ ദുരിതാനി പരാസുവ യത് ഭദ്രം തന്ന ആസുവ. ഭദ്രമായിട്ടുള്ളത്, വേണ്ട വിധത്തിലുള്ളത് ഭഗവാൻ തന്നെ എല്ലാവരെയും അറിഞ്ഞ് അനുഗ്രഹിക്കട്ടെ എന്ന് കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും എല്ലാവിധ ഓണാശംസകളും നേർന്നുകൊണ്ട് ഇതിൻ്റെ മുഴുവൻ സംഘാടകരെയും ഹൃദയപൂർവ്വം അഭിനന്ദിച്ചുകൊണ്ട് നിർത്തട്ടെ. നമസ്കാരം. ഇന്നും സത്യം പറഞ്ഞാൽ ചെറിയൊരു സ്വകാര്യ സംഭാഷണത്തിൽ ഈ ഞാനും മാഷും കൂടി, അപ്പോഴും ഞാൻ എന്നുള്ള വാക്കാണ് വരുന്നത്. എനിക്ക് അത് പേടിയാവുക. ഞാൻ എന്ന വാക്കിനെ കുറിച്ച് 1 മിനിറ്റ് സംസാരിച്ചിരുന്നു. അത് അധികരിച്ചിട്ടാണ് മാഷ ആദ്യം സംസാരിച്ചത്. കാരണം ഇന്നലെ എനിക്ക് എൻ്റെ ഗുരുതുല്യനായ മറ്റൊരു വ്യക്തിയെ തൃക്കാക്കൽ എന്താ പറയുക പ്രണമിച്ചുകൊണ്ട് അതിൽ നിന്നൊരു മാറ്റം വരുത്താൻ വേണ്ടി ഒരു ശ്രമം നടത്തേണ്ടി വന്നു. എനിക്ക് അദ്ദേഹം പ്രിന്റ് ചെയ്ത വലിയൊരു നോട്ടീസ് എനിക്ക് മാറ്റിക്കേണ്ടി വന്നു. അത് ഞാൻ പിന്നെ പറയാം. അപ്പോൾ അത് നമ്മളെല്ലാവരും അത് ഞാൻ എന്നതിൽ നിന്ന് നമ്മളിലേക്ക് മാറുക. അത് മാറി പറ്റൂ, എന്നാലേ നമ്മളൊക്കെ നന്നാവും. ഈ ഞാൻ അത് വേണ്ട, നമുക്ക് നമ്മൾ മതി. നമ്മളായാൽ മാത്രമേ നമ്മളാവൂ. ഞാൻ എന്ന വാക്കിൽ നിന്ന് നമ്മളിലേക്കുള്ള യാത്ര, അതിൻ്റെ ഒരു ആരംഭമാക്കിയാണ് നമ്മളുടെ ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ. സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഒരു ശ്രീ ഇതിൻ്റെയൊക്കെ സംഘാടകരിൽ നേതൃത്വം നൽകുന്ന ശ്രീ ഗോപി അല്ലേ, സാദരം ക്ഷണിച്ചു കൊടുക്കുന്നു. ജില്ലാ എന്താ പറയാ എനിക്കൊന്നും ആ വാക്കൊന്നും അറിഞ്ഞുകൂടും. അതൊക്കെ ഇവരുടെ ഇടയിലുള്ളത് വളരെ സാദരം ക്ഷണിച്ചു കൊടുക്കുന്നു. നമ്മുടെ ഈ ഗ്ലോബൽ സർവീസസ് സൊസൈറ്റി ചാവക്കാട് യൂണിറ്റിൻ്റെ ഓണാഘോഷം സാന്ദീപിനി മാതൃസദനത്തിൽ നമ്മുടെ അമ്മമാരോടൊപ്പം ആഘോഷിക്കാൻ തീരുമാനിച്ചത് തന്നെ വലിയൊരു മഹത്തായ കാര്യമാണ്. അതിൽ അങ്ങനൊരു തീരുമാനമുണ്ടായതിൽ തന്നെ സാന്ദീപിനി സേവാസമിതിയുടെയും അതിനോടനുബന്ധിച്ച് പ്രവർത്തിക്കുന്ന മറ്റ് സംഘടനകളുടെയും സ്നേഹത്തോടു കൂടിയുള്ള അഭിനന്ദനം അറിയിച്ചുകൊള്ളുന്നു. നമ്മുടെ ഈ ഓണാഘോഷ പരിപാടിയിൽ ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും വളരെ സന്തോഷത്തോടു കൂടി ഇതിൽ പങ്കെടുത്ത കാക്കശ്ശേരി രാധാകൃഷ്ണ മാഷ്, അതേപോലെ തന്നെ വിശിഷ്ട അതിഥി എന്നുള്ള നിലയ്ക്ക് നമ്മോടൊപ്പം കുറച്ച് സമയം ചെലവഴിച്ച ഡോക്ടർ വടക്കുംപാട്ട് നാരായണ മാഷ്, അതേപോലെ തന്നെ നമ്മുടെയൊക്കെ മനസ്സിനെ കുളിർമയേകി സാക്ഷാൽ മഹാബലി ചക്രവർത്തി തന്നെ നമ്മുടെ മുന്നിൽ വന്ന പ്രതീതി ഉണ്ടാക്കിയ ശ്രീ സുരേഷ്, അതേപോലെ GNSSൻ്റെ സംസ്ഥാന അധ്യക്ഷൻ രാമേന്ദ്രേട്ടൻ,
ബാക്കി ചാവക്കാട് യൂണിറ്റിൻ്റെ കുറേയധികം പേരുണ്ട്. എല്ലാവർക്കും സ്വാഗതം പറയുന്നു. ഇങ്ങനൊരു തീരുമാനം ഉണ്ടായതിൽ സമയം കുറച്ചധികം ആയിട്ടുണ്ട്. ഞാൻ അതുകൊണ്ട് തന്നെ ചെറിയ ഒരു ആശംസ എന്നുള്ള നിലയ്ക്ക് പറയാൻ ഉദ്ദേശിക്കുന്നു. അതിനു മുന്നേ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ ഗുരുവായൂർ സംഘ ജില്ലയുടെ മാന്യ സംഘചാലക് എന്നുള്ള ചുമതല വഹിക്കുന്ന ഡോക്ടർ CG കമലകാന്തൻ സാറ് ഇദ്ദേഹം ഇവിടെ പങ്കെടുത്തിട്ടുണ്ട്. അദ്ദേഹം ഇതിന് മുന്നേ കുറച്ച് കാലം ചികിത്സയിലായിരുന്നു. എന്തായാലും ഇപ്പോൾ നമ്മുടെ ആരോഗ്യത്തോടു കൂടി നമ്മോടൊപ്പം ഇവിടെ ചെലവഴിക്കാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം കുസാറ്റിലെ പ്രൊഫസറായിരുന്നു. മദ്രാസ് IIT-യിൽ നിന്നും സോഷ്യൽ എഞ്ചിനീയറിംഗിൽ നിന്ന് ഡോക്ടറേറ്റ് എടുത്തു. ഇപ്പോൾ പൂർണ്ണസമയം സംഘത്തിൻ്റെ പ്രവർത്തനം മറ്റുള്ള ആധ്യാത്മിക സാമൂഹ്യ പ്രവർത്തനങ്ങളായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം ഇവിടെ പരിചയപ്പെടുത്തിയെന്ന് മാത്രം. ഇവിടെ സദനത്തിലുള്ള എല്ലാ അമ്മമാർക്കും വളരെ സന്തോഷകരമായ ഒരു ഓണം ആശംസിക്കുന്നു. അതോടൊപ്പം എനിക്ക് എൻ്റെ ജീവിതത്തിലെ ദൈനംദിന ജീവിതത്തിൽ അനവധി വിഷമങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഒന്ന് നമ്മുടെ മാതൃസദനത്തിൽ ഇവിടെ അമ്മമാരുടെ അടുത്ത് വരുന്ന സമയത്ത് ഇതേപോലെ തന്നെ സാന്ദീപിനിയുടെ വേറൊരു പ്രവർത്തനമാണ് തണ്ടിലത്ത് പ്രവർത്തിക്കുന്ന പ്രായമായ അച്ഛന്മാരുടെ സ്ഥാപനമുണ്ട്, സാന്ദീപിനി സേവാ സദനം. അതിൻ്റെ അധ്യക്ഷൻ എന്നുള്ള ചുമതലയുണ്ട്, ഒപ്പം സംഘത്തിൻ്റെ ചുമതലയുണ്ട്. പക്ഷെ എന്തുതന്നെയായാലും ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളും ഇത്തരം ആളുകളുമായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത്, അവരായിട്ട് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ അനുഭവിക്കുന്ന ദുഃഖങ്ങളും വിഷമങ്ങളും കഷ്ടപ്പാടുകളും നമ്മുടെ മനസ്സിൽ തോന്നാറില്ല എന്നുള്ളതാണ് എൻ്റെ അനുഭവം. അതുകൊണ്ടാണ് അവിടെ ഇപ്പോൾ 19 പേരുണ്ട്. ആ 19 പേരുടെ ഇപ്പം നമ്മുടെ സ്ഥാപനത്തിൽ വരുന്നതിന് മുന്നേ ഉള്ള അവരുടെ ജീവിതം വളരെ സമ്പന്നതയോടുകൂടി എല്ലാവിധ സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള ആളുകളായിരുന്നു. പക്ഷേ ഇപ്പോൾ അവർക്ക് പ്രായമായി സ്വന്തം നിന്നുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ മക്കളും ഉറ്റ ബന്ധുക്കളും ഒക്കെ ഉള്ളവരാണ്. എന്നിരുന്നാൽ പോലും അവർ ഒറ്റപ്പെട്ടു എന്നുള്ളൊരു തോന്നൽ അവർക്കുണ്ട്. പക്ഷേ നമ്മുടെ സ്ഥാപനത്തിൽ വന്നതിന് ശേഷം ആരും അനാഥരല്ല, നമുക്ക് എല്ലാ ബന്ധുജനങ്ങളും അല്ലെങ്കിൽ ഉറ്റവരും എല്ലാവരും ഉണ്ട് എന്നുള്ള ഒരു തോന്നലോട് കൂടി അവർക്ക് ആ സ്ഥാപനത്തിൽ നിൽക്കാനും സന്തോഷത്തോടുകൂടി അവരുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കുന്നുണ്ട്. ഇതേപോലെ സംഘത്തിൻ്റെ അനവധി സേവാ കേന്ദ്രങ്ങളുണ്ട്. അപ്പോൾ അതിനെയൊക്കെ ഇത്തരത്തിൽ ചെയ്യാൻ സാധിക്കുന്നൊരു പ്രേരണ അല്ലെങ്കിൽ പറ്റുന്നൊരു പ്രേരണ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ പ്രവർത്തനത്തിൽ മുഴുകിയ ഒരു സമയത്താണ് നമുക്ക് സമൂഹത്തിലെ ഇത്തരം ദുഃഖങ്ങൾ അനുഭവിക്കുന്ന ആളുകളും നമ്മുടെ ഒപ്പം നിൽക്കേണ്ടവരാണെന്നുള്ളൊരു തോന്നലും, അതിന് നമ്മൾ കുറച്ച് നമ്മുടെ വ്യക്തി ജീവിതത്തിലെ കുറച്ച് സമയം മാറ്റിവെക്കേണ്ടതാണെന്നുള്ള തോന്നലും അങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളിൽ സമയമില്ലാണ്ട് പോലും നമ്മളതിന് സമയം കണ്ടെത്തി അവരോടുകൂടി കുറച്ച് സമയം ചെലവഴിക്കുന്ന സമയത്ത് നേരത്തെ മാഷും നാരായണ മാഷൊക്കെ പറഞ്ഞ പോലെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷവും ഉത്സാഹവും അല്ലെങ്കിൽ സ്നേഹവും ഒക്കെ അനുഭവപ്പെടുന്നത് ഇത്തരം ചില മുഹൂർത്തങ്ങളിലാണ്. കാരണം അത് ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന മാതൃസദനത്തിലുള്ള അമ്മമാരെ സംബന്ധിച്ച് ഇങ്ങനൊരു ഓണാഘോഷ പരിപാടി എന്ന് പറഞ്ഞാൽ ഈ ഒരു സമയത്ത് അവരുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഇനിയുള്ള ജീവിതങ്ങളിൽ അവർക്ക് വളരെയധികം സന്തോഷകരമായിട്ടുള്ള ഒരു മുഹൂർത്തമായിട്ടാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ അല്ലെങ്കിൽ ഇത്തരം പ്രവർത്തനങ്ങൾ തുടർന്നും നമുക്ക് നടത്താൻ സാധിക്കണം. ഇപ്പോൾ ഗ്ലോബൽ നായർ സർവീസ് സൊസൈറ്റി കൂടാതെ തന്നെ അനവധി സംഘടനകൾ, നമ്മുടെ ഹിന്ദു ഹൈന്ദവ സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന അനവധി സംഘടനകൾ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് വളരെയധികം സഹകരണത്തോടു കൂടി സംഘ പ്രസ്ഥാനങ്ങളുമായിട്ട്, സംഘം നടത്തുന്ന സ്ഥാപനങ്ങളുമായിട്ട് ഇന്ന് ധാരാളം ഭാഗങ്ങളിൽ വരുന്നുണ്ട്. വളരെ അഭിനന്ദനാർഹമായിട്ടുള്ളൊരു കാര്യമാണ്. അത്തരം ചിന്തകൾ നമുക്കുണ്ടാവണം. സമൂഹത്തിൽ നമ്മൾ ഏത് പ്രവർത്തനം നടത്തുന്ന സമയത്തും നമ്മൾ നേരത്തെ രാമേന്ദ്രൻ പറഞ്ഞ പോലെ ഞാനെന്ന അത് മാറ്റിവെച്ച് നമ്മൾ ഒരുമിച്ചാണെന്നുള്ള
ആ ഒരു ബോധ്യത്തോടു കൂടി അങ്ങനെ ഒരു മാനസികാവസ്ഥയിൽ നമ്മൾ എത്തുന്ന സമയത്ത് നമുക്ക് പല കാര്യങ്ങളും പലതും നമുക്ക് ഈ ഒരു സമൂഹത്തിന് വേണ്ടി അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടാണെങ്കിലും നമുക്ക് ചെയ്യാൻ സാധിക്കും. പലപ്പോഴും നമുക്ക് പലർക്കും അനുഭവം ഉണ്ടാവും. നമ്മുടെ അടുത്ത് എന്തെങ്കിലും സഹായം, ഏത് തരത്തിലുള്ള സഹായം ചോദിച്ചു വരുന്ന സമയത്ത് ചെറുതാവാം വലുതാവാം, പക്ഷെ വലുതാണെങ്കിൽ പോലും തൽക്കാലം ആശ്വാസത്തിന് വേണ്ടി നമുക്ക് ആ വന്ന ആളെ സന്തോഷകരമായി പറഞ്ഞയക്കാൻ നമുക്ക് നമ്മുടെ കയ്യിലുള്ളത് എന്താണോ അത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് വളരെയധികം സന്തോഷമാണ്. അപ്പം അങ്ങനെ ഒരു പ്രവർത്തനം ചെയ്യാനുള്ള അല്ലെങ്കിൽ പ്രവൃത്തി ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥയിൽ നമ്മൾ നമ്മുടെ ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ അങ്ങനൊരു ചിന്തയിലേക്ക് കൂടി നമ്മുടെ മനസ്സിനെ കൊണ്ടുപോകണം. അപ്പം അങ്ങനെ വന്നാൽ തന്നെ നമുക്ക് ഇത്തരം നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് ഈ വർഷത്തെ നമ്മുടെ ഓണം ആഘോഷത്തിൻ്റെ അത്താഘോഷത്തോടൊപ്പം ഓണം 10 ദിവസം ആഘോഷിക്കുന്ന സമയത്ത് ഇനി തുടർന്നുള്ള നമ്മുടെ ജീവിതത്തിൽ വളരെ സന്തോഷകരമായിട്ടും സമൃദ്ധിയായിട്ടുള്ള സമ്പന്നതയോട് കൂടിയിട്ടുള്ള ഒരു ജീവിതത്തെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാക്ഷാൽ മഹാബലി ചക്രവർത്തിയും സാക്ഷാൽ ഈ ഗുരുവായൂരപ്പൻ്റെ തിരുസന്നിധിയിൽ ഇങ്ങനെ 2-3 സ്ഥാപനങ്ങൾ നടത്തുന്ന സമയത്ത് ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹവും സാക്ഷാൽ ജഗദീശ്വരൻ്റെ അനുഗ്രഹവും നമ്മുടെയൊക്കെ ഒരുമിച്ചുള്ള ഒരു ഐക്യത്തോടു കൂടിയുള്ള പ്രവർത്തനം വന്നു കഴിഞ്ഞാൽ വലിയ വലിയ കാര്യങ്ങൾ നമുക്ക് ഈ സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ സാധിക്കും. അതിന് ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. വേഗം പോകണം, അതുകൊണ്ടാണ് വേണ്ടത്. വളരെ പരിമിതമായ സമയമേ ഉള്ളൂ. നമുക്ക് കുട്ടികളൊക്കെ ഡ്രസ്സ് ഇരിക്കുന്നുണ്ട്. എല്ലാവരും കളി കാണാനാണ് നമുക്ക് കൂടുതൽ ഇവിടെ എല്ലാവരും എത്തിയിരിക്കുന്നത്. എന്തായാലും വേദിയിലിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. സദസ്സിലും ഉള്ള എല്ലാവർക്കും നമസ്കാരം. ഈ ഒരു പരിപാടി ഓണാഘോഷത്തിൻ്റെ നമ്മളെല്ലാ ബുധനാഴ്ച ഇവിടെ നമ്മൾ അമ്മമാരും കൊണ്ട് ഒത്തുകൂടുന്നതാണ്. അപ്പോൾ ഇതിനകത്തൊരു വ്യത്യസ്തമായിട്ട് നമ്മൾ ഒന്നിച്ച് എല്ലാവരും കൂടി ആടിപ്പാടി നമുക്കിത് ആഘോഷിക്കാം. അത് എല്ലാ ആശംസകളും ഓണത്തിന് നേരുന്നു. നന്ദി, നമസ്കാരം. വിഭാഗം പ്രസിഡന്റ് ശ്രീമതി രാധാ ശിവരാമൻ നായർ. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ അധ്യക്ഷൻ ഐഫീസ് രാമചന്ദ്രനും രാധാകൃഷ്ണ മാഷക്കും എല്ലാ മഹൽ വ്യക്തികൾക്കും മറ്റേ നാരായണ മാഷക്കും എല്ലാവർക്കും അഭിനന്ദനം. നമ്മുടെ അധ്യക്ഷൻ്റെ പ്രയത്നമാണ് ഇത് മുഴുവൻ നടക്കുന്നത്. അത്രയ്ക്കും അധികം പ്രയത്നിച്ചിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം നമുക്ക് നടത്താൻ സാധിച്ചിരിക്കുന്നത്. അതിന് പ്രത്യേകം ആശംസിക്കുന്നു. നമ്മുടെ രാധാകൃഷ്ണൻ സാറ് എല്ലാ ബുധനാഴ്ചയും നമുക്ക് ക്ലാസ് എടുക്കുന്നുണ്ട്. അത് എല്ലാവർക്കും മനസ്സിലാവുന്ന തരത്തിലാണ് എടുക്കുന്നത്. അമ്മമാർക്കും ഒക്കെ വളരെയധികം സന്തോഷമുണ്ട്. അതിന് രാധാകൃഷ്ണൻ മാഷോട് എത്ര ഇത് പറഞ്ഞാലും ശരിയാവില്ല. പിന്നെ എല്ലാവർക്കും നമ്മുടെ സേവാഭാരതിയിലെ എല്ലാ അംഗങ്ങൾക്കും അമ്മമാർക്കും എല്ലാവർക്കും നമ്മുടെ എല്ലാ അംഗങ്ങൾക്കും ആശംസകൾ. അമ്മമാർക്ക് ഇന്ന് അത്തം തൊട്ടിട്ട് തന്നെ ഓണം ആഘോഷിക്കാനുള്ളതുണ്ട്. അവരിനി ഓണം വരയ്ക്കും അവർക്ക് എന്നും ആഘോഷമാവട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇവിടെ സന്നിഹിതരായിട്ടുള്ള മഹൽ വ്യക്തികൾക്കും രാധാകൃഷ്ണ മാഷക്കും അതുപോലെ തന്നെ അധ്യക്ഷനും ബാക്കി എല്ലാ അമ്മമാർക്കും JNSS കുടുംബാംഗങ്ങളും മറ്റു എല്ലാ അംഗങ്ങൾക്കും ഇവിടെ വന്ന് സന്നിഹിതരായിട്ടുള്ള എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ അറിയിക്കുകയാണ്. ഇങ്ങനൊരു ഒത്തുകൂടൽ ഞങ്ങൾക്ക് നമ്മുടെ JNSSൻ്റെ ഭാഗത്തുനിന്ന് ചെയ്യാൻ പറ്റിയത് തന്നെ വലിയ ഒരു അനുഗ്രഹമാണ്. അതിന് സഹായിച്ച ഈ സംഘാടകർക്കും എല്ലാവർക്കും നന്ദി പറയുകയാണ്. ഞങ്ങൾ അറിയിച്ചിട്ടില്ല കേട്ടോ അങ്ങ് വരുന്നുള്ള പേര്. അതല്ലേ ഓണത്തിൻ്റെ സവിശേഷത. അതെ
എല്ലാ അമ്മമാർക്കും എൻ്റെ ഒരു ഞാനിതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട് പലതവണ. ഈ ചുമതലയിൽ ആദ്യം വരിക ഗുരുക്കന്മാരുടെ ഗുരുസാഗരത്തിലെ ഇങ്ങനെ പള്ളി കൊള്ളുന്ന രാധാകൃഷ്ണൻ മാഷ്, വടക്കംപാട്ട് ജ്ഞാനി, ഇവരൊക്കെ സംസാരിച്ച് കഴിഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ എന്താ പറയുക, ഈ യജ്ഞഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഋതുക്കുമാരെല്ലാവരും സംസാരിച്ച് കഴിഞ്ഞു. ഇനി എന്തെങ്കിലുമൊക്കെ അയ്യാതൊരു ഉദ്ഗീതൻ അങ്ങനെയൊക്കെ പറഞ്ഞ് കുറഞ്ഞെന്നാലും കൂട്ടരുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ കാര്യം കഴിഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ സാമം പാടാനായിട്ട് കൂടാ. ഈ എന്ത് ആർജിക്കുന്നതിന് മുമ്പും നമ്മളൊരു ക്രൈറ്റീരിയ അല്ലെങ്കിൽ ഒരു ക്വാളിഫിക്കേഷൻ, ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഉണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഭാരത ദർശനം അനുസരിച്ചിട്ട് നമ്മൾ പറയുക സാധനാദുഷ്ടയം എന്ന് പറയും. അപ്പോൾ അതിൽ തന്നെ ഒരെണ്ണത്തിൽ 6 വിഭാഗമുണ്ട്. അതിനെക്കുറിച്ചൊന്നും ഞാൻ പോകുന്നില്ല. പിന്നെ അതിനോട് ചേർന്ന് പിന്നെ ഒരു സാധനമുണ്ട്, അനുബന്ധദുഷ്ടയം. അതിങ്ങനെ പ്രയോജനം അങ്ങനെയൊക്കെ പറഞ്ഞു വരുമ്പോൾ അതിലൊരു കാര്യം ചോദിക്കും, അധികാരം. ഈ കാര്യം ചെയ്യാൻ എനിക്ക് എന്താണ് അധികാരം? ആ ചോദ്യം ഞാൻ എന്നോട് സ്വയം ചോദിക്കുകയാണ്. അമ്മമാരുടെ ഭാഷയിലെ എടാ നന്ദു, നിനക്ക് ഇവിടെ വന്നത് സംസാരിക്കാൻ എന്താണ് അധികാരം എന്ന് ചോദിച്ചാലേ ഇവരൊക്കെ പറഞ്ഞു തന്നെയാണ് എനിക്ക് മറുപടി. ഞാൻ 25 കൊല്ലം തൃക്കാക്കരയിൽ ജോലി ചെയ്ത ആളാണ്. 25 വർഷം തൃക്കാക്കരയിൽ ജോലി ചെയ്ത ആളാണ്. ഞാൻ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലെ അധ്യാപകനായിരുന്നു. കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് തൃക്കാക്കരയിലാണ്. അതിനെ വളരെ അടുത്ത്, ക്ഷേത്രത്തിന് വളരെ അടുത്ത് വീട്ടിൽ അല്ലെങ്കിൽ അതിൻ്റെ ക്വാർട്ടേഴ്സിലൊക്കെ താമസിച്ചിരുന്നതാണ്. അപ്പോൾ അങ്ങനെ അദ്ദേഹം വടക്കപ്പാട്ട് അദ്ദേഹം പറഞ്ഞ പോലെ തൃക്കാക്കര വാമനമൂർത്തിയുടെ അയൽവാസിയായിരുന്ന ഞാൻ ഇപ്പോൾ ഗുരുവായൂരപ്പൻ്റെ അയൽവാസിയായിട്ട് കഴിയണ ഞാൻ. അതാണ് എൻ്റെ അധികാരം നിങ്ങളോട് സംസാരിക്കുന്നത്. വളരെ ചുരുക്കി പറയുകയാണ്, ഈ ഓണത്തിന് പല മാനങ്ങളും, പല ഡയമെൻഷൻസ്. ഇതിനൊരു പുരാണത്തിൻ്റെ ഒരു ലെവലുണ്ട്. പിന്നെ ഈ മിത്ത് ആയിട്ടുള്ള കഥകളായിട്ടുള്ള ഒരു ലെവലുണ്ട്. പിന്നെ ഇപ്പോൾ ഒരു സോഷ്യൽ സാമൂഹിക നിലവാരമുണ്ട്. അപ്പം ആദ്യം ചെയ്യുക, കൗൺസിലേഴ്സ്, 2 വനിതാ കൗൺസിലേഴ്സ് ഇവിടെ എത്തിയിട്ടുണ്ട്. അവരെ സാദരം ക്ഷണിക്കുകയാണ്. ജ്യോതി, നമ്മുടെ എല്ലാം ഒരു വേദിയിലെ ഏറ്റവും ബഹുമാനായ എൻ്റെ ഗുരുനാഥൻ രാധാകൃഷ്ണൻ മാഷ് ഉൾപ്പെടെ ബഹുമാന്യരെ, പ്രിയപ്പെട്ട അമ്മമാരെ, നമസ്കാരം. വളരെ മുമ്പ് തന്നെ ഓണാഘോഷം തുടങ്ങുകയാണ്. ഇന്ന് തൊട്ട് ഇനി ഞങ്ങളുടെ ഓണാഘോഷ പരിപാടിയാണ്. അത് ഇവിടുന്ന് തന്നെ ഗ്ലോബൽ NSSൻ്റെ തുടക്കമാണ്. അപ്പോൾ ഈ പ്രാവശ്യം എന്തായാലും ഗംഭീരമായിരിക്കും. ഓണം കഴിയുന്ന ഒരു ഓണാഘോഷങ്ങളായിരിക്കും. എന്താ പറയുക, വളരെ സന്തോഷമുണ്ട് ഓണാഘോഷത്തിൽ ഈ അമ്മമാരുടെയും ഗ്ലോബൽ NSSൻ്റെയും നിങ്ങളുടെ ഒപ്പം പങ്കെടുക്കാൻ സാധിച്ചതിൽ. തുടക്കം തന്നെ നന്നായി. പിന്നെ ഗ്ലോബൽ NSSനെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ നമ്മളോടൊപ്പം സാന്ദീപനിയോടൊപ്പം ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മാതൃകയായിട്ട് മുന്നോട്ട് പോകുന്നത് തന്നെയാണ്. ഈ ഓണം നമ്മുടെ അമ്മമാരുടെ ഒപ്പം തിരഞ്ഞെടുത്തതിൽ വളരെയധികം സന്തോഷമുണ്ട്. തീർച്ചയായും എന്നെ സംബന്ധിച്ച് ഞാൻ ഈ സാന്ദീപനിയിൽ സ്ഥിരം വന്നിരുന്ന ഒരാളാണ്. ഇവിടുത്തെ അമ്മമാർക്കൊക്കെ അറിയാം. പക്ഷേ ഇപ്പോൾ എൻ്റെ എന്താ പറയുക, എന്തുകൊണ്ടാണെന്ന് അറിയില്ല, എനിക്കിവിടെ എത്താൻ പറ്റുന്നില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഈ രാഷ്ട്രീയ പ്രവർത്തനത്തെക്കാളും എനിക്കിഷ്ടമുള്ള പ്രവർത്തനം ഈ സേവാ പ്രവർത്തനമാണ്. അത് നിങ്ങൾക്കിപ്പോൾ കുറച്ച് ദിവസമായിട്ട് NSSൻ്റെ ആൾക്കാർക്ക് ഇവിടെ വന്ന് ഈ അമ്മമാരോടൊപ്പം ഇടപഴകുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. നമുക്ക് മനസ്സ് നിറയണ ഒരു പ്രവർത്തനം ഇത് തന്നെയാണ്. അപ്പോൾ അതൊരു ഈശ്വരീയമായ കാര്യമാണ്. ഈശ്വരീയമായ കാര്യത്തിൻ്റെ ഒപ്പം സഹകരിച്ചു പോകുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ നമുക്കിപ്പോൾ നേരത്തെ അറിവുള്ളവർ ഇതിനെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു വരി പറയാതെ വയ്യ. കാരണം ഇപ്പോൾ ഓണാഘോഷത്തിനെ വികൃതമാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇതിലൊക്കെ കാണാം, വാട്സപ്പിലും ഫേസ്ബുക്കിലൊക്കെ മാവേലിനെ കാണാം. പക്ഷേ യഥാർത്ഥത്തിലുള്ള മാവേലി ഇങ്ങനെയല്ല. പക്ഷെ അതിന് പകരം ഇന്ന് വളരെ മനസ്സ് നിറഞ്ഞൊരു മാവേലിനെയാണ് ഇവിടെ കാണുന്നത്. സന്തോഷമുണ്ട്. ഇതൊരു മാതൃകയാവട്ടെ, എല്ലാവരും ഇത് പിന്തുടരട്ടെ. കാരണം മാവേലി എന്ന് പറഞ്ഞ മുമ്പ് രാജാരവിവർമ്മ മാഷെ രാജാരവിവർമ്മ വരച്ചൊരു ചിത്രമുണ്ട്. വളരെ അതാണ് മാവേലി. നമ്മളത് പ്രചരിപ്പിക്കണം. ആരെങ്കിലും തെറ്റ് കാണിക്കുന്നുണ്ടെങ്കിൽ അത് മാറ്റി പ്രചരിപ്പിക്കേണ്ട ആൾക്കാരാണ് നമ്മൾ. അതിന് ഗ്ലോബൽ NSS മുന്നിട്ട് വന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്, അഭിനന്ദനമുണ്ട്. ഇത് സമൂഹത്തിലൊരു മാതൃകയായി മാറട്ടെ. തീർച്ചയായും ഈ ഓണാഘോഷം വളരെ ഭംഗിയായി
നടക്കാൻ ഈശ്വരൻ ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അഡ്വാൻസായി എല്ലാവർക്കും ഓണാഘോഷം നേർന്നുകൊണ്ട് എത്തുന്നു. നമസ്കാരം. സന്ദീപിനി മാതൃസദനത്തിലെ അംഗങ്ങൾക്കും ഗ്ലോബൽ NSSൻ്റെ ഭാരവാഹികൾക്കും എല്ലാ അഭ്യുദയകാംക്ഷികൾക്കും നമസ്കാരം. ഗ്ലോബൽ NSS ചെയ്യുന്ന ഈ നല്ല പ്രവൃത്തികൾ നമുക്ക് അത്തം മുതൽ തന്നെ ഓണാഘോഷിക്കാനുള്ള ഒരു അവസരം ലഭിക്കുകയാണ്. വേറെ സന്തോഷമുണ്ട്. എല്ലാവർക്കും നല്ലൊരു ഓണാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ഈ ഓണം ആദ്യത്തെ ഓണമാണ് നൂറ്റാണ്ടിലെ 1200-ാം വർഷം തുടങ്ങിയിട്ടുള്ള ആദ്യത്തെ ഓണം നമ്മൾ കൊണ്ടാടുന്നത് മാതൃസമിതിയിൽ വെച്ചിട്ടാണ്. അത് വലിയൊരു സന്തോഷമുണ്ട്. ഇനി ഒരു നൂറ്റാണ്ട് മുഴുവൻ ഇവിടുന്ന് ഇതുപോലെ നടക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊള്ളുന്നു. നീ തേടും മനോഹര തീരം ദൂരെ മാടി വിളിപ്പോ ഏതാ ഏതാ ഏതാ
സംഗീതമായി സന്ധ്യാപുഷ്പസൗരഭമായി അന്തർദാഹ സംഗീതമായി സന്ധ്യാപുഷ്പസൗരഭമായി അനുഭൂതികൾ പൊന്നിതളിതളായി അഴകിൽ വിരിയും തീരമിത ഓണപ്പൂവേ പൂവേ പൂവേ ഓമൽ പൂവേ 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 നീ തേടും മനോഹര തീരം ദൂരെ മാടി വിളിപ്പൂ ഇതാ 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 ശങ്കുരികൾ മണ്ണിൽ സ്വപ്നമഞ്ജരികൾ മണ്ണിൽ ദിവ്യശങ്കുലികൾ മണ്ണിൽ സ്വപ്നമഞ്ജരികൾ കവിതൻ ശാരിക കളമൊഴിയാ നറുതേൻ ചൊരിയും തീരമിത ഓണപ്പൂവേ പൂവേ പൂവേ ഓമൽ പൂവേ 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 നീ തേടും മനോഹര തീരം ദൂരെ മാടി വിളിപ്പൂ ഇതാ 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 വില്ലും വീണ പൊന്തുടിയും ഉള്ളോർ പെണ്ണിൻ മൺകുടവും വില്ലും വീണ പൊന്തുടിയും ഉള്ളോർ പെണ്ണിൻ മൺകുടവും സ്വരരാഗങ്ങളിൽ ഒരുങ്ങി വരും അമൃതം പകരും തീരമിത ഓണപ്പൂവേ പൂവേ പൂവേ ഓമൽ പൂവേ 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 നീ തേടും മനോഹര തീരം ദൂരെ മാടി വിളിപ്പൂ ഇതാ 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 പൂങ്കൊടി പുത്തൻ കവിതകളെഴുതി മണ്ണിൽ കരളിലമാനിനു കറുക കൊടുത്ത കൽപ്പടവിൽ നീ വന്നു എപ്പോഴെന്നറിയില്ല എന്നാണെന്നറിയില്ല എന്നാണെന്നറിയില്ല പകൽ കിനാവിൻ സുന്ദരമാകും പാലാഴിക്കരയിൽ ഓണം വന്നല്ലോ ഞാനിട്ടല്ലോ ഓടി മറഞ്ഞല്ലോ ഉണ്ണിച്ചാടി മറഞ്ഞല്ലോ കൂട്ടുകാരെ വരുന്നില്ലേ വീട്ടിലിരുന്നാലോ സന്ധ്യ വരുമ്പോഴേക്കും ഉണ്ണി പന്ത് കളിക്കണ്ടേ സന്ധ്യ വരുമ്പോഴേക്കും ഉണ്ണി പന്ത് കളിക്കണ്ടേ സന്ധ്യ വരുമ്പോഴേക്കും ഉണ്ണി പന്ത് കളിക്കണ്ടേ താങ്ക് യു Ready, 1, 2, 3, start. Mara
സുതനേ പെൺകളാം ഞങ്ങളുടെ ശങ്ക എല്ലാം ഒഴിച്ചു തങ്കും മോദേന തീരു വാതിര പാട്ടുരപ്പാൻ പങ്കജാക്ഷിയാം ദേവി മംഗ സരസ്വതിയും ശങ്കരൻ തൻ സുതന ഐങ്കരനും തുണയ്ക്ക പങ്കജാക്ഷിയാം ദേവി മംഗ സരസ്വതിയും ശങ്കരൻ തൻ സുതന ഐങ്കരനും തുണയ്ക്കമാരാരി സുതനേ അത്തം നാൾ തൊട്ടു 10 നാൾ വരെ മുറ്റത്തുള്ളൊരു പൂത്തറ ചിത്തം തേടിഞ്ഞു പുത്തൻ പൂ കൊണ്ടു ചാർത്തുന്ന നല്ല പൂത്തറ അങ്കണത്തിന്റെ ഒത്ത മധ്യത്തിൽ വിലസുന്ന നല്ല പൂത്തറ പാരാതെ ചൂടും തുമ്പയും തെച്ചി മന്ദാരം ചെമ്പരത്തിയും പിച്ചകം നല്ല മുല്ലയും സ്വർണ്ണവർണ്ണമാം രാജമല്ലിയും പൂക്കുറ്റി ശംഖു പുഷ്പവും പത്മതടങ്ങളാമ്പൽ കൂടയും ചൂടി നിൽക്കുന്ന പൂത്തറ മാവേലി രാജൻ വന്നണയുന്ന ഐശ്വര്യമേഴും പൂത്തറ ഓണം വന്നോണം വന്നോണം വന്നു ഓണത്തപ്പൻ വന്നു നടുമുറ്റത്ത് ഓണം വന്നോണം വന്നോണം വന്നു ഓണത്തപ്പൻ വന്നു നടുമുറ്റത്ത് ആർപ്പുവിളികളാൽ കുമ്മാട്ടി കൂട്ടവുമെത്തി നാരിമാർ കൈകൊട്ടിക്കൂടി മുറ്റത്തോ പൂവിളികൾ മുങ്ങിയ പൂത്തറയിൽ നീളെ പൊന്നോണ തുമ്പികളൂഞ്ഞാലാടി പൊന്നോണ കോടിയുടുത്തുകൂടി കായ വറുത്തങ്ങു കൂട്ടി വച്ചു തുമ്പപ്പൂരുക്കുന്ന ഊണൊരുങ്ങി കായ വറുത്തങ്ങു കൂട്ടി വച്ചു തുമ്പപ്പൂ തോൽക്കുന്ന ഊണൊരുങ്ങി ശരി പുരുഷരി കാളനും പച്ചടി കിച്ചടി അവിയലും കായം മണക്കുന്ന സാമ്പാറും കൂട്ടുകറി പിന്നെ പായസം പപ്പടം നേന്ത്രപ്പഴം കൂട്ടി സദ്യയുണ്ടോ കേമമായങ്ങനെ സദ്യയുണ്ടോ കേമമായങ്ങനെ സദ്യയുണ്ടോ കേമമായങ്ങനെ സദ്യയുണ്ടോ ഉത്രാട പാച്ചിൽ കഴിഞ്ഞു ഉത്രാട നീലാവും കണ്ടു തിരുവോണ പൂലരിയിൽ കോടിയുടുത്തു തടൈത ലോകരൊക്കെ കൂറിയിട്ടു ക്ഷേമമായി സദ്യയുണ്ടു പന്തടിച്ചു ഊഞ്ഞാലാടി ചിന്തുകൾ പാടി തടൈത താകൃതി ഉത്രട്ടാതി വള്ളം കളി എല്ലാം കണ്ടു മാവേലിയെ യാത്രയാക്കുന്നു തരേത വരും കൊല്ലം വരുവാന് യാത്രയാക്കുന്നു ശങ്കരായ 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 മംഗളം ശങ്കരി മനോഹരായ ശാശ്വതായ മംഗളം ഗണപതിക്കും മംഗളം ഭഗവതിക്കും മംഗളം മാവേലിക്കും മംഗളം ശ്രീവാമനും മംഗളം ദേഹി ദേഹി മംഗളം വൈദേഹി ദേഹി 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 മംഗളം. നമ്മുടെ ഓണപ്പാട്ടാണോ? അല്ല അല്ല എങ്ങനെ പാടി ഇത് വേണോ അതോ വേറെ സ്റ്റാൻഡ് വന്നിരുന്നോളൂ?
ഗുരുവായൂരുള്ളൊരു കണ്ണനെന്നൊരു ദിനം കരുമാടിക്കുട്ടൻ്റെ വേഷം കെട്ടിയൊരു കരുമാടിക്കുട്ടൻ്റെ വേഷം കെട്ടി പെരിയാറിൻ നീരത്ത് പേരാലിൻ തണലത്ത് മുരളിയോതി ചെന്നിരുന്നു കണ്ണൻ കരളിയോതി ചെന്നിരുന്നു പാട്ടിൻ്റെ സ്വരം കേട്ടു പാർവണ ചന്ദ്രിക പോൽ പാൽക്കടൽ മാതാവോ വന്നിറങ്ങി പാട്ടിൻ്റെ സ്വരം കേട്ടു പാർവണ ചന്ദ്രിക പോൽ പാൽക്കടൽ മാതാവോ വന്നിറങ്ങി ഗാനത്തിൻ ലഹരിയിൽ ഭൂമിയും മനുഷ്യരും വാനിലെ താരങ്ങളും വീണുറങ്ങി ബാലഗോപാലനും ദേവിയുമൊപ്പോട്ടണ്ടു നീലക്കുരുവികളായി പറന്നുപോയി അന്നു തൊട്ടിടത്തോളോ കണ്ടിട്ടില്ലവരെ മണ്ണും മനുഷ്യരും താരങ്ങളും ഗുരുവായൂരുള്ളൊരു കണ്ണനെന്നൊരു ദിനം കരുമാടിക്കുട്ടൻ്റെ വേഷം കെട്ടി ഓരോ കരുമാടിക്കുട്ടൻ്റെ വേഷം കെട്ടി മണ്ണിൽ ഈ നല്ല മണ്ണിൽ വിടർന്നു നിൽക്കും കുങ്കുമ പൂവൾ ചെന്നീറമാരുതന്നോ ചെന്നീറമാരുതന്നോ മണ്ണിൽ ഈ നല്ല മണ്ണിൽ ഇന്നേ വിടർന്നു നിൽക്കും പൂവൾ ചെന്നീറമാരുതന്നോ ചെന്നീറമാരുതന്നോ അന്നേ ചുവപ്പൂവർണ്ണ അമ്പിളി മാറത്തുരിച്ചവല്ല അമ്മ ഒരേ ഒരു മെട്ടിൽ ഒന്നല്ല നന്നല്ല ഒന്നല്ല രണ്ടല്ല മൂക്കൾ ഒന്നാം പൂമരത്തിൽ ഒരേ ഒരു എട്ടിൽ ഒന്നല്ല രണ്ടല്ല മൂക്കൾ ഒന്നായി പിറന്നവർ ഒന്നായി വളർന്നവർ ഒരു നാളും തിരിയാത്ത മൂന്നൂക്കൾ ഒന്നല്ല രണ്ടല്ല മൂന്നൂക്കൾ ഒന്നാനാം പൂമരത്തിൽ ഒരേ ഒരു ഞെട്ടിൽ ഒന്നല്ല രണ്ടല്ല മൂന്നൂക്കൾ മൂന്ന് മൂന്നൂക്കൾ അടുത്തത് ഹൃദയം കണ്ണയൂരൂ കോവിൽ ഉന്നതീരം ദുസ്സാഹം ദുസ്സാഹം എന്നാറൂരിച്ചാലും പാടൂരിച്ചാലും കണ്ണൻ പാടുകയോ ചോരൂരിച്ചാലും മണ്ണോഭൂമിക്കുന്നു കഷ്ടം വാഴൂരന്നേടിക്കാതെ കൈടവനോടു കൂടാ
മാതാവീ വണ്ണം കായത്തു പറഞ്ഞപ്പോൾ മാധവൻ വയന്നു പുറന്നു നിന്നിടീരൻ അപ്പോഴോരൂലം കണ്ടു വസ്തുവാൻ കപ്പാതിരം കിട്ടില്ല നിർണയം ചുഴലേ കണ്ണന്റെ വായിലേ മാതാവോ നോക്കണാക്കി നിന്നോരോ നേരത്ത് ഉളിതാലമൊക്കെ കാണായി ഇന്ദ്രനെ കാണായി ചന്ദ്രനെ കാണായി സർവേശ്വരനായ ബ്രഹ്മണം വിഷ്ണുവും കോട്ടീരൻ ഭൂതാനം ഭൂതാനം നങ്ങളും മുത്തുംബാലീതം തെറ്റെന്നോ കാണായി നാദേയം തന്നെയും തന്നെയും തന്നോടെ ചങ്ങാതി മാറിയും മണ്ണോടും നേടുന്ന കണ്ണനെ തന്നെയും നേരങ്ങു കണ്ടു പേടിച്ചവൾ നീപോടുക്കനെ വമോടു കിടുനെ വിണ്ണകനെ സ്വാമോടു കിടുനെ ചാരുണില്ലവരെ വമോടു കിടുനെ അമ്മയുടെ സങ്കടം കേട്ടോരു നേരത്തെ ഉണ്ണിക്കു വിരിമാറിൽ വനമാല ഉണ്ണിക്കു തൃക്കൈയിൽ മുളവുരളി അരയിൽ കസവുള്ള പീതാംബരം അരമണിക്കിങ്ങേനി അരഞ്ഞാണം ഉണ്ണീവാ ഉണ്ണാൻവാ അഞ്ജനമുണ്ണീവാ അമ്മാടി കണ്ണീലൊരുണ്ണി അഞ്ജന കണ്ണനാമുണ്ണി ഉണ്ണിക്കു നെറ്റിയിൽ കോവിപ്പൂ ഉണ്ണിക്കു മുടിയിൽ പീലിപ്പൂ ഉണ്ണിക്കു തൃക്കൈ ഉണ്ണിക്കു വിരിമാറി വനമാല ഉണ്ണിക്കു പൂമയിൽ ഹരിചന്ദനം വിരലിൽ പത്തിലും പൊന്മോതിരം അരമണിക്കിങ്ങേണി വൈഡൂര്യം ഉണ്ണീവാ ഉറങ്ങാൻ വാ അഞ്ജനമുണ്ണീവാ അമ്പാടി തന്നീലൊരുണ്ണി അഞ്ജന കണ്ണനാമുണ്ണി ഉണ്ണിക്കു നെറ്റി ഗോപിപ്പൂ ഉണ്ണിക്കു മുടിയിൽ പീലിപ്പൂ ഉണ്ണിക്കു കുളിക്കാൻ യമുനാജലം ഉണ്ണിക്കു കളിക്കാൻ വൃന്ദാവനം ഒളികൺ പൂജാർത്ത സഖിരാധ യദുകുലരാഗിനി പ്രിയരാധ ഉണ്ണീവാ ഉണർത്താൻ വാ അഞ്ജനമുണ്ണീവാ അമ്പാടി തന്നീലൊരുണ്ണി അഞ്ജന കണ്ണനാമുണ്ണി ഉണ്ണിക്കു നെറ്റിയിൽ ഗോപിപ്പൂ ഉണ്ണിക്കു മുടിയിൽ പീലിപ്പൂ
മലർക്കാവിലൂടെ വാ കാറ്റിലാടൊലി മുളക്കാട്ടിനുള്ളിലും ഓളവില്ലൊലി മുഴുന്നു പാതിരാക്കി വരു പാൽക്കടൽക്കിളി ഓണനാളിൽ കഥയൊന്നു ചൊല്ലിവാ പറന്നു വന്നേ തടങ്ങളിൽ പാടാത്തതെന്തുമേ പുൽത്തുമ്പേ തുടിക്കും നീർമുത്തും ചാർത്തേ നിലാവും പാർത്തുമ്പേ തിരയിളകും കടലും നിലാവിലാടവേ ഇതുവഴി പാടിയ കിളി വരു പാൽക്കടൽ കിളി ഓണമായിടാ തിരുവോണമായിടാ മാമലകൾ പൊന്നാട ചാത്തുകയാ ഏലമണി പൊന്മാല കൂട്ടുകയാ മകം വിളന്നി കിടന്നൊരാ കാർവന്ന പൈകിളി ഈ മണ്ണിൻ പഴമ്പ പീണത്തിൽ നീയോ കിനാവിൽ ഓടുന്നു തിരയും കിളിയെ പറന്നു പാടിവാ ഇതുവഴി പാടിയ കിളി വരു